الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. 4 ലഫ്ളുകളാണ് പറഞ്ഞത്. ഖൽബ്, റൂഹ്, നഫ്സ്, അഖ്ല്. അതിൻ്റെ മാന വ്യത്യാസം ഇപ്പം 2 പറഞ്ഞു. ഒരു ജിസ്മാനിയും പറഞ്ഞു, ഒരു റുഹാനിയും പറഞ്ഞു. ഇനി അൽ ലഫ്ളു സാനി, രണ്ടാമത്തെ ലഫ്ള് റൂഹ്. റൂഹ് എന്ന ലഫ്ളാണ്. വഹുവ ഐലൻ എന്ന് പറഞ്ഞാലോ നേരത്തെ ഖൽബിന് യൂത്തലക്കു ഫീമാ യതഅല്ലഖു ബിജിൻസി ഖർദിന, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിലല്ലോ അതിൽ ലിമായനെ 2 മാനയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനെന്താ അപ്പം കൊണ്ടെന്ന് അല്ലാത്ത മാനാക്കുണ്ട്. കാരണം ഖുർആനിൽ തന്നെ 7 മാനയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന അർത്ഥത്തിന് റൂഹ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് തനസ്സുലുൽ മലായിക്കത്ത് വർറൂഹ്, അതാണ് ഏത് പറഞ്ഞത് ബിജിൻസി ഖർദിന എന്നിവിടെ ഹസറാക്കിൻ്റെ ഉള്ളി. നമ്മളെ അറുതുമായി ബന്ധപ്പെട്ട 2 മാനയുണ്ട്. അപ്പോൾ പുറമേ എന്തുണ്ട് 5 മാന വേറെ കിടക്കുന്നുണ്ട് ഖുർആനിൽ തന്നെ. അത് കാമൂസിൽ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ എല്ലാ ആയത്തും വെച്ചിട്ട്. ഇനി അഹദുഹുമ, ഒന്ന് ജിസ്മുൽ ലത്തീഫ്, മംബഉഹു തജ്വീഫുൽ ഖൽബിൽ ജിസ്മാനി, ജിസ്മാനിയായ കൽബിൽ നമ്മൾ ഒന്നാമത്തെ മാനയിൽ ഒന്നാമത്തെ ലഫ്ളിൽ ഒന്നാമത്തെ മാന അതിൻ്റെ തജ്വീഫിലാണ് ഇതിൻ്റെ കേന്ദ്രം കിടക്കുന്നത്. ജിസ്മുൽ ലത്തീഫ്, ലത്തീഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ജിസ്മ് വെച്ചാൽ ഗ്യാസ് ഫോം. ഒരു ജിസ്മ് കട്ടിയുള്ള സാധനം ഉണ്ടാവും, സോളിഡ് ഖരം. മറ്റൊന്നോ ദ്രാവക രൂപത്തിലുണ്ടാവും, ലിക്വിഡ്. മറ്റൊന്നോ ഗ്യാസ്. അതെല്ലാം അതാണ് ജിസ്മുൽ ലത്തീഫ് ഇവിടെ വരുന്നത്. ഒരു തരം ഗ്യാസ്. ഇപ്പം വണ്ടി പിടിക്കുന്നതിൽ ഗ്യാസ് ഉണ്ടല്ലേ. അപ്പം വണ്ടിക്ക് എനർജി കിട്ടുന്നതുകൊണ്ടാണ് പെട്രോൾ അടിച്ചിട്ട് അത് പെട്രോൾ ചൂടാകുമ്പോൾ ഇന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കല്ലേ. അതിന് പകരം മറ്റേ ഗ്യാസ് വെച്ചാലും വണ്ടി ഓടുമില്ല. അത് നിങ്ങളല്ലേ പറയണ്ടത്, എനിക്കറിയില്ലല്ല. ഓടൂല എന്തല്ല ഒറ്റയുണ്ട്. അതാണ്. അപ്പം ചുരുക്കത്തിൽ ശരീരത്തിനെ ചലിപ്പിക്കുന്ന, അത് ഊർജം കൊടുക്കുന്ന സാധനം അതാ. എന്നിട്ടോ ആ ജിസ്മുൽ ലത്തീഫ് എന്താ കേന്ദ്രം ഇവിടെ കൽബുൽ ജിസ്മാനിൻ്റെ ഉള്ളിൽ. എൻ്റെ വയൻ തഷിറു, അത് പരക്കും. എവിടത്തേക്ക്? ഇലാ സാരി അജ്സായിൽ ബദൻ, ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തേക്കും. പരക്കാൻ എന്താക്കണം? ഞാടിയും ഞരമ്പ് കൊടുക്കണം, കണക്ഷൻ കൊടുക്കണം. അതാണ് വിവാസിത്വത്തിൽ ഉറൂഖി ദവാരിമീൻ, ശരീരത്തിൽ തെലങ്കും മലങ്കാറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കുറേ ഞരമ്പുണ്ടല്ലോ. ആദ്യം ഒരു സ്ഥായി ഞരമ്പുണ്ടാവും വലുത്. അതിൽ നിന്നൊരു ശാഖ ഇങ്ങോട്ട് പോയി, ഒരു ശാഖ അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയിട്ട് ഞാടി ഞരമ്പുകൾ എത്താത്ത ഒരു നൊക്കത്ത പോലും ശരീരത്തിൽ തൊലിനുള്ളിലുണ്ടാവില്ലല്ലോ. എത്ര അതേ മരങ്ങനെ ഭയങ്കര ഫിറ്റിങ് ആണ്. അതിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഞാൻ ഇടക്ക് വായിച്ച താലൂക്ക് അടക്കം വായിച്ചത് വൻതഷിറോ ഇലാ സായിൽ അജ്സായിൽ മദിനി വിവാസിത്തത്തിൽ ഉറൂഖ് നവാലിബ്. നാലിബ് എന്ന് പറഞ്ഞ ഞരമ്പുകൾ. അത് വസാൽ ഇമാമൻ്റെ സ്ഥലത്ത് പറയുന്നുണ്ട്. അതൊരു തായി ആരംഭിച്ചിട്ടുണ്ടാവും, അത് കുറച്ച് തടിച്ചതായിരിക്കും. അതിൽ നിന്നൊരു ശാഖ ഇങ്ങോട്ട് പോയി, അതിൽ നിന്നൊരു ശാഖ ഇങ്ങോട്ട് പോയി, ഇതിൽ നിന്ന് പോയി. ചുരുക്കത്തിൽ വേഗം തിരിയണമെങ്കിൽ ഒരു ഇല ഉണ്ടാക്കാൻ ഉണക്കാൻ, മരത്തിൻ്റെ ഇല ഉണക്കിയിട്ട് അതിൻ്റെ എല്ലാം നല്ലോണം ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിയുള്ള സാധനം കൊട്ടിക്കളഞ്ഞാൽ നല്ല വല കിട്ടിയ മാതിരി, നല്ല നൈസ് നെറ്റ് കിട്ടിയ മാതിരി നല്ല ഞരമ്പ് കാണാം. ചുരുക്കത്തിൽ ഞരമ്പ് എത്താത്തൊരു പോയിന്റ്. അള്ളാഹുവിൻ്റെ അജായിബിൽ ഇത് ഒരു സൂചി കുത്തേണ്ട സ്ഥലം ഈ ഞരമ്പുകളാക്കിയില്ലല്ലോ. ചെറുതും വലുതും ചെറുതും വലുതും. അതിൽ കൂടി ഈ ഗ്യാസും പോകുന്നുണ്ട്, രക്തവും പോകുന്നുണ്ട്. അതായി വസാരി ഞങ്ങൾ ചോദിച്ചത്. ഈ രോമുണ്ടല്ലോ, രോമത്തിനാക്കാണ് നേരെ ഞരമ്പ്. അതിനാക്കാണ് എത്രയോ 100 ഓഹരി വെച്ചാൽ എത്താത്ത മൈക്രോസ്കോപ്പിൽ മാത്രം കാണുന്ന ഞരമ്പ്. അത് പൊള്ളയാണല്ലോ, അതിൽ കൂടിയാണല്ലോ നടക്കുന്നത്. അത് പൊള്ളയാണെന്ന് അതിനെ ഭിത്തിക്ക് എത്ര കട്ടി വേണം? അതിൽ കൂടിയാണ് ഈ രക്തം ഓടുന്നത്. അപ്പോൾ രക്തത്തിന് കട്ടി കൂടി കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടി ഓടാൻ പ്രയാസമെന്നാണ് ഡോക്ടർമാർ പറയുന്നു. നമ്മൾ രക്തം നിറപ്പിച്ചിട്ടാണ് ഓട്ടം കൊഴുപ്പ് കൂടുമ്പോൾ. അതിലിപ്പോൾ ഇവർ കൊടുക്കുന്ന തോന്നിക്കുന്ന ഗുളികയല്ല അല്ലേ. ഭക്ഷണം കുറച്ചാലായി. ഞാനെന്താ കൂടെ 3 ടീസ്പൂൺ ചോറ് വെച്ചിരിക്കും.
നല്ല കിഫായത്ത്. അട്ടിപ്പത്രമൊന്നും പോണമെന്നില്ല കേട്ട്. ജറയാനുഹു ഫിൽ ബദൻ, ശരീരത്തിൽ അതിൻ്റെ ഓടി നടക്കലുണ്ടല്ലോ ഈ ഗ്യാസിൻ്റെ, അതിൻ്റെ ഉദാഹരണം. അതുപോലെ ഫൈലാനു അൻവാരിൽ ഹയാത്തി, ഹയാത്തിൻ്റെ അൻവാറിൻ്റെ ഒഴുക്ക്. വൽ ഹിസ്, ഹിസ് ഏതാന്ന് തൊട്ടാലും നുള്ളി അറിയുന്നുണ്ടല്ലോ, സംവേദനം. വൽ ബസരി വശമ്മി, അതെല്ലാം മിന്നു അല അല, അതിൽ കൂടെ അലാക്ക് മലയിൽ നടക്കുന്നു. അതിൻ്റെ ഖബറാണ് ഇത്. യുലാഹി, അത് തുല്യമാണ്. ഫയദാന നൂറ് മിനസ്സിറാജി, ഒരു വിളക്കിൽ നിന്ന് 100 സഞ്ചരിക്കും പോലെയാണെന്ന്. ബെല്ലെടുക്കാം, ഇതിൽ 100 സഞ്ചരിച്ചിട്ടെല്ലാ മുക്കിലും മൂലയിലേക്ക് എത്തിയില്ലേ. അല്ലത് യുദാറഫി സവായൽ ബൈത്തി, വീട്ടിൻ്റെ ഒക്കെ മുക്കുമൂലകളിൽ ഇങ്ങനെ വിളക്ക്. ഇലക്ട്രിക് ഇല്ല, പക്ഷെ മൂപ്പറ കാഴ്ചപ്പാടിലുണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ, 21-ാമത്തെ നൂറ്റാണ്ടിൽ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു ചികിത്സനെ പറ്റി ശുക്രന്റെ ബാബി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുബൈർ ഡോക്ടർ താടിക്ക് കൂടെ പറ്റി ഇരുന്നു പോയ ഓപ്പറേഷൻ്റെ ഓ എന്നുള്ള സ്പെല്ലിങ് പോലും ഇല്ലാത്ത കാലം. അതിന് കീറേണ്ട ബ്ലേഡൊന്നും വടക്കപ്പെട്ടിട്ടില്ല, തുന്നേണ്ട നൂല് പടച്ചിട്ടില്ല, സൂചി പടച്ചിട്ടില്ല. ഈ ശരീരം എവിടെ നിന്നാണ് മുക്കാശഫയിൽ അള്ളാഹുത്തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നത് അത് രോഗ ചികിത്സക്ക് പെട്ടെന്ന് ഇപ്പോൾ വേസ്റ്റായിട്ട് തോന്നും. ആ ഇംഗ്ലീഷ് ഓപ്പറേഷൻ ഞാൻ എൻ്റെ ഡയറി എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഏജിൻ്റെ പക്കത്ത്. അത് പൂർത്തിയായിട്ട് 21-ാം നൂറ്റാണ്ടിന് നടക്കൽ വരുള്ളൂന്നാണ് ഡോക്ടർ മക്കത്തുനിന്ന് കലാക്കണ്ട ഏകയോധനമെന്ന്. എന്നിട്ട് എനിക്ക് വരാതിച്ചിട്ട് അക്കടി പുറത്തു പോയി. എന്നാലും പറഞ്ഞ് മുഞ്ചിയാത്ത ഒതുക്കൊട്ടു എന്ന് പറഞ്ഞാൽ ഈ തീരെ മണ്ടനായി നടക്കുന്ന ആളെ തിരഞ്ഞെടുത്തിട്ട് ഇൽമിൻ 1-ാം ജ്യൂസ് കൊടുക്കും. ആകാത്ത് വേസ്റ്റാകണ്ടെന്ന് വെച്ചിട്ട് എന്താക്കും 2-ാം ജ്യൂസ് കൊടുക്കും. അതേപോലെ മുഹലിക്കാത്ത കൊണ്ടൊന്ന് ഉറഞ്ഞിട്ട് തൂക്കി നടക്കുന്ന ആൾക്ക് എന്താക്കും മുഹലിക്കാത്ത കൊടുക്കും. കുറച്ച് സലാഹിൽ ജീവിക്കുന്ന ആൾക്ക് മുഞ്ചിയാത്ത കൊടുക്കും. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. ഓതണ്ട് നല്ല തന്നെ അത് നമ്മളാ മെഡിക്കാത്ത ആയിക്കോട്ടെ, നമ്മ ഫീനഫ്സിൽ മോശപ്പെട്ട ആളായിക്കോട്ടെ, അന്നേരം നാളെയപ്പോലെ ഒന്ന് ഇന്ദന്നാസി അഹദന്നാസി എന്നല്ലേ പറഞ്ഞു. വൈന്ദന്നഫ്സി ശതന്നാസ് വൈന്ദുല്ലാഹി അത്തക്കന്നാസ് പോട്ടെ. ഫൈന്നഹു ലാ യൻതഹി ഇലാ ജുസ്ഇൻ മിനൽ ബൈത്തി, ആ വിളക്ക് വീട്ടിൻ്റെ ഏത് ജുസയിലേക്ക് എത്തിയോ ഇല്ലാ വസ്തനീറു ബിഹി, വിളക്കോട് പ്രകാശിക്കണ്ടിരിക്കൂല. മനസ്സിലായില്ല അതിന് ഉദാഹരണം. അപ്പോൾ ഇവിടെ മിസാലാക്കിൻ്റെ ഓരോ ഘടകെടുക്കുകയാണ് നമുക്ക്. വൽ ഹയാത്തു മിസാലുഹ അൻ നൂറുൽ ഹാസിലു ഫിൽ ഹീത്താൻ, ഹയാത്ത് എന്നുള്ളത് ആ ചുമരിൽ പതിഞ്ഞ നൂറിൻ്റെ മിസാലാണ്. റൂഹേതാണ് മിസാലുഹു സിറാജ്, വിളക്കാൻ. വസറയാനു റൂഹി വഹറക്കത്തുഹു ഫിൽ ബാത്തിൻ, റൂഹിൻ്റെ സറയാനും ആ വിളക്കിൻ്റെ അതുപോലെ അതിൻ്റെ ഹരക്കത്തുള്ളിൽ സഞ്ചരിക്കും. മിസാലു ഹരക്കത്തു സിറാജ് ഫി ജവാനിബിൽ ബൈറ്റി, വീട്ടിൻ്റെ ചുറ്റുഭാഗത്തേക്കൂടെ വിളക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഹുക്മാണ്. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ബിത്തഹരീക്കും മൊഹരിക്ക് അനക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്, അപ്പോൾ അതിനെ മിസാലുകൾ ടോർച്ച് പിടിക്കലാണ് എളുപ്പമുള്ളത്. എന്നിട്ട് വൽ അത്തിബ, ഡോക്ടർമാർ ഇതാ അത്തലക്കു ലഫ്ള് റൂഹി, റൂഹി എന്നുള്ള ലഫ്ള് പ്രയോഗിച്ചാൽ അറാദു ബിഹി ആദൽ മാന, ഈ മാനെ ആയിരിക്കും ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ശറയ്യായിട്ട് ഇത് പ്രത്യേകം ബന്ധമില്ല, അത് ചികിത്സയില്ല. വഹുവ ബുഖാറുൻ ലത്തീഫുൻ, ഇത് ലത്തീഫായ ബുഖാർ കണ്ടില്ല, ആവി. ആവിക്കാണല്ലോ ഗ്യാസ് എന്ന് പറയുന്നത്. വാതകം, വാദം എന്ന് മാത്രം വന്നാൽ തടിച്ച കാറ്റാലും മതി. അതല്ല വാതായന, കാറ്റ് വരുന്ന സ്ഥലം. വാദം എന്നെ കാറ്റാണ്, ആ കാറ്റ് ആയന തന്നെ കയറി വരുന്ന സ്ഥലം വാതായന ജനലിന് പറയും. അത് വാതകം എന്നാക്കിയാൽ വളരെ നൈസായി, വളരെ നേരിയ ലത്തീഫായി പറയും, കട്ടി കുറഞ്ഞു. അത് എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? അന്നജത്തു ഹറാറത്തുൽ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൂടെടുക്കുന്നുണ്ടാകുമ്പോൾ ഈ അറക്കുന്ന വെള്ളം പറഞ്ഞിട്ടുണ്ട്, കൈകൊണ്ട് പോയാൽ പൊള്ളിപ്പോകുന്നു. ഇന്നിലേക്ക് കൈയെടുത്തിയാൽ രക്തത്തിൻ്റെ ചൂട്, അതിൽ നിന്നാണ് ഈ തുടരെടുക്കുന്നത്. അപ്പോൾ ചൂടാക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഉള്ളിൽ. എന്നിട്ട് പറയുന്നത് വലൈസ ശർഹു മിൻ ഖർദിൻ, അതൊന്നും വ്യാഖ്യാനിക്കാൻ നമ്മുടെ ലക്ഷ്യമല്ല.
ഇതിൽ മുതഅല്ലിഖു ബിഹി ഗറദുൽ അത്ബാഇ, ഡോക്ടർമാരുടെ ഗറദാണത്. അല്ലദീന യുആലിജൂനൽ അബ്ദാൻ, ശരീരം ചികിത്സിക്കട്ടെവർ. ഗറദു അത്ബാഇ ദീനി, ദീനിൻ്റെ ഡോക്ടർമാരുണ്ട്. അല്ലെ ഇമാമ് തന്നെ, അല്ലെങ്കിൽ അതുപോലെ ഇമാം ഉലമാഉർ റബ്ബാനി. അൽ മുആലിജീന ലിൽ ഖൽബി, കൽബിനെ ചികിത്സിക്കുന്നവരവർ. എത്ര ചികിത്സ? ഹത്താ ജൻസാക ലി ജിവാരി റബ്ബിൽ ആലമീൻ, റബ്ബിൻ്റെ ജിവാറിലേക്ക് അതിങ്ങനെ സഞ്ചരിച്ചെത്തണം. ആ കോലത്തേക്ക് കൽബിന് ചികിത്സ കൊടുക്കും. അത് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ആസ്പത്രി വേണമെന്ന് പറഞ്ഞാൽ ഈ കുലോബിഹിം മറന്നൂന് ചികിത്സിക്കാൻ ആസ്പത്രികളില്ല, ഒരു കോഴ്സും ഇല്ല. ശരീരം നന്നാക്കാൻ ഒരു ആസ്പത്രി ഉണ്ട്, എന്തെല്ലാം തെറാപ്പികൾ, എന്തെല്ലാം ആസ്പത്രി, എന്തെല്ലാം എത്ര ഫാർമസി. ഈ ശരീരം ഓടുന്ന വണ്ടി നന്നാക്കാൻ വേണ്ടി ഗാരേജും ഉണ്ട്, ബോഡി നന്നാക്കാനും അതിന് ടയറടിക്കാൻ, കാറ്റടിക്കാൻ, ഓയിലടിക്കാനെല്ലാം. വാഹനത്തിൻ്റെ രണ്ട് ആസ്പത്രി ഉണ്ട്. റൂഹ സഞ്ചരിക്കുന്ന വാഹനമാണ് ബദനി, ഇതിന് ഒരാസ്പത്രി. വാഹനത്തിൻ്റെ വാഹനമാണ് മറ്റേ കാറും, അതിന് ആസ്പത്രി ഉണ്ട്. പക്ഷെ ഈ യാത്രക്കാരനായ റൂഹിന് എവിടെയുള്ളത്? അന്ന് പറഞ്ഞ് രോഗമുണ്ട്, ഫീ ഖുലൂബിഹിം മറന്നു. മരുന്നെവിടെ? ആസ്പത്രി എവിടെ? ഡോക്ടർ എവിടെ? ഒന്നുമില്ല. അവർ മൂന്നാമത്തെ ആസ്പത്രി സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, അപ്പൊ ഫലൈസ യതഅല്ലഖു ബിശർഹി ഹാദർ റൂഹി അസ്ല, ആർക്ക്? ഗറദു അത്തിബാഇ ദീനിന് ഈ കാര്യം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ലാന്ന്. അപ്പൊ രണ്ട് മയന ഒരു മയന എന്താക്കി? പന്നിന്ന് തള്ളി, അപ്പുറം ഒന്നെടുത്ത് വെച്ച്, ഇവിടെ ഒന്നെടുത്ത് വെച്ച്. അൽ മാനസ്ഥാനി, അതാണ് സ്വീകാര്യമായ മായന. രണ്ടാമത്തെ മാന ഹുവൽ ലത്തീഫത്തുൽ ആലിമത്തുൽ മുദ്രികത്തു മിനൽ ഇൻസാൻ, ഇൻസാന്റെ വക്കന്ന് ഇദ്റാക്ക് ചെയ്യുന്ന സാധനം. ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മായി, ബസറായി, പഞ്ചേന്ദ്രങ്ങളെല്ലാം ആയി. ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിന് സംവേദന ഉൾക്കൊള്ളലില്ലേ? അദ്റക്ക, അതിലെന്തെല്ലാം ഉണ്ട്? അഞ്ചെണ്ണുണ്ട്. മണത്തറിയലുണ്ട്, കണ്ടറിയലുണ്ട്, കേട്ടറിയലുണ്ട്, നുഴിച്ചറിയലുണ്ട്, തൊട്ടറിയുണ്ട്, എല്ലാം ഉണ്ട്. പുറമെ അക്കലിയാവരുമിൻ്റെ ഇദ്റാക്ക് തന്നെയാണ്. അത് മഹ്സൂസല്ല. അപ്പം മഹ്സൂസും മഅഖൂലുമായ ഇൽമിൻ്റെ സംവേദനം ഉൾക്കൊള്ളുന്നൊരു സാധനം ഇതിനുള്ളിൽ. അപ്പോൾ ഇവിടെ ഒരു സൂചി കുത്തിയാൽ വേദനിക്കുന്ന ഈ സ്ഥാനത്തിൽ കൂടി വേദന ഇദ്റാക്കിൻ്റെ ആളായിരുന്നു ഈ മൈനാക്കുള്ള റൂഹ്. സന്തോഷകരമായ ഒരു കാര്യത്തിൻ്റെ സന്തോഷം ഉൾക്കൊള്ളുന്നവരാണ് ഇത്. ദുഃഖകരമായ ഒരു കാര്യം കാണുമ്പോൾ അതിന് ഇദ്റാക്കാരാണ്. അപ്പോൾ ഇൽമിനെ പറ്റിയിട്ടുള്ള വിശാലമായൊരു വാക്കാണ് ഇദ്റാഖ്. അല്ല ഇൽമുൽ ഇദ്റാഖ് എന്ന് എവിടെയോ പന്നിലുണ്ടല്ലോ അല്ലേ? ഞങ്ങളെ ഇല്ല, അതെൻ്റെ കിസ്മല്ലേന്ന്. ഇൽമിൻ്റെ തനിച്ച മാഹിയത്ത് എന്താണ്? അൽ ഇദ്റാഖ്. അതിനിതെല്ലാം അടങ്ങി. തൊട്ടറിവ് എന്നല്ലേ പറയുന്നു. സ്പർശനത്തിൽ തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, കണ്ടറിവ്, കേട്ടറിവ്, അതുപോലെ തഫക്കുറിൽ കൂടിയും മറ്റും കിട്ടുന്ന അറിവ്. അതാണിപ്പോൾ നിങ്ങൾ തസബുറും തസ്ദീഖും ആക്കിയത്. ഇതാവില്ല. തൊട്ടറിവുണ്ട്, തസബുറും തസ്ദീഖും. രുചിച്ചറിവിലുണ്ടാവുക എന്നൊന്ന് പറഞ്ഞാൽ ആണം കൂട്ടിയാലോ പൊരിച്ച കൂട്ടിയാലോ തസബുറും തസ്ദീഖും ഉണ്ടാവുക. പോട്ടെ, എല്ലാം മുദ്രിക്കത്ത്. വഹുവല്ലദീ ശറഹ്നാഹു, അപ്പോൾ ആ മാനയിടത്തിൽ നിന്നറിയോ? ആഫി അഹ്ദി മാബൈനയിൽ കൽബി, കൽബിന് രണ്ട് മാന പറഞ്ഞാൽ ഒരു മാനയിലേക്ക് എത്തിച്ചേരും. രണ്ടെണ്ണം ഒന്നായി. അപ്പോൾ ലഫ്ദ് രണ്ടായി, മാന ഒന്നിന് മുത്തഹിദായി. അതെ, മാനയിൽ കൽബി. ആടെ രണ്ട് മാനയിലേ പറഞ്ഞിട്ടുള്ളൂ. അതെ, മാനി വേണം, അല്ലെങ്കിൽ പിന്നെ തസ്നിയ ജമ്മിൻ്റെ ഹുക്മില്ലാന്ന് പറയണമെങ്കിൽ. അല്ല, രണ്ട് മാനാന്നല്ല ആദ്യം പറഞ്ഞു. ഒന്ന് തള്ളി, ഒന്നെടുത്ത്. ഒന്ന് ഹിസ്സി ആയതുകൊണ്ട് തള്ളി. അപ്പം മായനയ്യല്ലേ കൊണ്ടുള്ളൂ. അല്ല, പിന്നെ കൊണ്ടൊന്നും അങ്ങനെ കുടിക്കാൻ കഴിയില്ല. അല്ല, വഹുവല്ലദീ അറാദഹുല്ലാഹു തആല, അതാണ് അല്ലാഹു തആല ഉദ്ദേശിച്ച മാന ബിഖൗലിഹി വയസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ റൂഹ് ഈ മാനാക്കുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനം, അതാണ് ഇൽമ പഠിക്കുന്ന ആളും. അതല്ല, മുഹാത്തബാണ്, മുഹാക്കബാണ്, മുത്താലബാണ്, മുഹാത്തബ എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ ഇസ്രായേൽ അലൈഹി ഇസ്ലാം പിടിക്കാൻ പറ്റുന്ന സാധനം. വഹുവ അംറുൻ അജീബുൻ, അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. റബ്ബാനിയുമാണ്.
അതിൻ്റെ റബ്ബിനെ കൊള്ള ചേർക്കുക. ഭൂരിപക്ഷം അക്കലുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം കണ്ട, അപ്പോൾ ഭൂരിപക്ഷത്തിന് മഫ്ഹൂം തരുന്നുണ്ട്. കൊച്ചുകുട്ടി പറയാൻ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ജമീൽ ഹൽക്ക് എന്നോറ് കണ്ടില്ലല്ലോ. അതിന്റെ ഹഖീഖത്തിന്റെ കുൻഹ് മനസ്സിലാക്കലിനെ തൊട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നോക്കുമ്പോൾ ഭൂരിപക്ഷം ഹുക്കം കൊടുത്താൽ തിരിയൂല എന്ന് പറയും. ന്യൂനപക്ഷം ആളുകൾക്ക് കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിൽ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാനെ തന്നെ തിരിയോങ്കിൽ ഓരോ തിരിയണ്ടതിന്. പക്ഷെ മുഖാത്തബീങ്ങൾക്ക് ഒമാ ഊതീതും മിനൽ ഇൽമി എന്ന് പറഞ്ഞ ഹിതാമാരോട് ഒമാ ഊതീതു എന്ന് മുത്തഖല്ലിമിനോടല്ലല്ലോ പറഞ്ഞു. എനിക്കറിവില്ല മക്കളെ എന്നല്ല പറഞ്ഞു. ഇത് പറഞ്ഞാൽ തിരിയാൻ മാത്രം നിങ്ങൾക്ക് ബുദ്ധിയില്ല. അപ്പൊ ലഫ്ള് എത്രയായി? 2 ലഫ്ളിൽ 4 മാന വന്നു. 4 മാനയിൽ ഒന്നും തള്ളി. അപ്പൊ 2 ബാക്കി. ശരിയില്ലേ? അല്ലഫ്ലു മൂന്നാമത്തെ ലഫ്ള് അൻ നഫ്സു എന്നുള്ളതാണ്. നഫ്സ് എന്നുള്ളത് ഇവിടെയും പറയുന്നതാ. വഹുവ ഐദൻ മുഷ്തറക്കും ബൈന മആനിൻ, ധാരാളം മാനന്റെ ഇടയിൽ മുഷ്തറക്കാന്ന് പറഞ്ഞു. അതേപോലെ റാജിയത്തു ശുറൈസിയാന്റെ ശറഹിന് 300 മാനാക്ക് മുഷ്തറക്കാന്നാണ് മുസന്നിഫ് പറഞ്ഞു. 300 മാനാക്ക് റാജിയത്തു ശുറൈസിയാന്റെ തസവുഫിന്റെ അഗാധമായ കിതാബുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഖലീഫയാണ്. ഔറഫാത്തതിന് ശേഷം സുഹ്റവർദി ഇമാമിന്റെ ഖാദിമായിരുന്നു. അത് മുസന്നിഫ് 140 വരിയുള്ള ബൈത്ത്. അവൻ പറയുന്നത് വിശാലമായിട്ട് ഓതിയത്. അതാണ് തുടക്കം. അതും വിസ്മയൊന്നും കാണൂല. എന്നിട്ട് ഷാരി ഹിസ്കാലാക്കി എല്ലാം കൊണ്ടും വിസ്മയുണ്ട് ഹംദുകൊണ്ടെല്ലാം തുടങ്ങണ്ടേ. ഇതെന്താ തുടങ്ങുന്നത്? അപ്പോൾ മൂപ്പർ പറഞ്ഞ് ഹക്കായിക്കുല്ലശായി സാബിത്തത്തൊന്നുമില്ല ഷറവല്ലക്കായി തുടങ്ങിയ അതും വിസ്മയുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിൽക്കൽ കഴിയുന്ന ഒന്നും ആവശ്യമില്ല, ഈനാഴ്ച ചെല്ലലൊന്നുമില്ല. ഇതുപോലെ പുത്തൻ പള്ളിയിൽ ഓരോ മന്ത്രിക്കാൻ കൊണ്ട് പോയാൽ ഒന്നും ചെല്ലിയില്ല, വാദ്യോതിയില്ല, വിസ്മയോതിയില്ല. ഞാൻ കക്കടിപ്പുറത്തോട് ചോദിച്ചു, എപ്പോഴും എന്താണ് നിൽക്കില്ല, പിന്നെ ഇതിനായിട്ടും തോന്നലൊന്നും ഉണ്ടാവും. ആ ചോദ്യം എടുത്തോളൂ ഊതി. നല്ല കിതാബാണ്, കിടപ്പുണ്ടാവുന്നേ ഉള്ളൂ. റബ്ബിനെക്കുള്ള നിസ്ബ, അതായത് മറ്റേ കാബത്തിനെ അള്ളാഹിനെക്കുള്ള നിസ്ബ ചെയ്തിട്ടില്ല. തശ്രീഖ് അല്ല, കാപ്പന്റെ അസല് മുഖദ്ദസാണ്. ഓന്റെ പ്രവർത്തനം കൊണ്ട് മുടക്കായില്ലേ. അതപ്പോ നിങ്ങളെ ഞാൻ വെറുക്കുന്നല്ലോ, നിങ്ങളെ പ്രവർത്തനം വെറുക്കുന്നു എന്നല്ലേ അമ്പിയാക്കള് ജനങ്ങളോട് പറഞ്ഞത്. എന്നീലി അമലിക്കും മിനൽ കാലിയും, ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നല്ല പറഞ്ഞത്. ഓർക്ക് തക്തീഷാട് ഉണ്ടെന്നാണ് മനുഷ്യൻ എന്നുള്ള പടപ്പിന്. എന്നിട്ടോ ആ പണി ശരിയായിട്ടില്ല. അതുപോലെ പറഞ്ഞില്ലേ, അരയും മിമ്മാ താബുദൂൻ, നിങ്ങളോട് വരിയെന്നല്ല പറഞ്ഞ, മിമ്മാ താബുദൂനോടാ വരിയത്. അത് ഒഴിവാക്കിയാൽ നിങ്ങളോട് പണ്ടേയുള്ള മഹബത്തുണ്ടെന്നല്ലോ പറഞ്ഞു. എവിടെയാണ് ഇപ്പോൾ അത്? സൂറത്ത് ഷെയറായില്ല, ലാസ്റ്റ് നോക്കിയിട്ട് അന്നല്ല നമ്മളെ ആരും മിസ്കാലാക്കിയിട്ട് നമ്മൾ തഫ്സീറിലും പരിധിയ ഷെയറായില്ല. ഇത് നഫ്സിന്റെ 300 മാന. അതിന് കുറേ ഷുറൂഹുണ്ട്. ഒരു ഷാദിലിൻ്റെ ഒരു ഇമാമിൻ്റെ ഷറഹുണ്ട്, അതാണ് പറ്റി ഓതിയത്. അതെന്തുണ്ട്, ഏറാബും ബിനാ മുബ്തദി ഖബർ ഏറാബ് എല്ലാം കട്ടയിച്ചിട്ട് വളരെ മബ്സൂത്തായിട്ട് പറയും. ഇന്നത് മുബ്തദിയാണ്, ഇന്നത് ഖബറാണ്, ഇന്ന ഹർഫ് ഇന്നതിനോട് താലൂക്കാണെന്നൊക്കെ എല്ലാം കിഫായത്തുള്ളതൊക്കെ ഇതാക്കുന്നില്ലേ, അതൊക്കെ തന്നെ കട്ടയിക്കുന്നത്. അതുപോലെ وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. അതാ ബരി, നിങ്ങളെ തൊട്ട് ബരിയാന്നല്ലല്ലോ പറഞ്ഞു, നിങ്ങളുടെ അമലിനെ തൊട്ട് ഞാൻ ബരിയാന്നാ പറഞ്ഞത്.
അന്ന് അങ്ങനെ പറഞ്ഞു ധാരം ഇഷ്കാലാക്കിയിട്ട് നമ്മൾ തൻവീറുള്ള ദഹാൻ എടുത്തിട്ട് നമ്മൾ വ്യാഖ്യാനം പറഞ്ഞില്ലേ. അവരോട് നിങ്ങളോട് എനിക്ക് കൂറും മഹബത്തും ഉണ്ട്, പക്ഷേ ഈ അമലിനോട് വെറുപ്പ് കാരണത്താൽ നമ്മൾ തടസ്സം നിൽക്കുന്നുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിയെന്ന്. നിങ്ങളെ പറ്റ വെറുത്തിട്ടില്ല എന്ന്. അങ്ങനെ എന്നേൽ അമലിക്കും മിനൽ കാലീൻ. അപ്പൊ 300 മാനയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത് വയത്താലക്കും ഈ കറലിനാം എന്ന് മാനയാൻ നമ്മളെ കർണവുമായി ബന്ധപ്പെട്ട 2 മാന. അപ്പം 3 ലഫത്തിന് ഈ 2 മാന 6 മാന വന്നു. ബയ്യോറോ എണ്ണം കൊള്ളു, അന്ന് തെറ്റാൻ പാടില്ല. ഒന്നേതാ അഹദുഹുമാ, ഒന്ന് അന്നഹു യുറാദു ബിഹിൽ മഅനൽ ജാമിഉ ലിഖുവ്വത്തിൽ ഗളബി വശഹവതി ഫിൽ ഇൻസാൻ. മനുഷ്യനിലെ 2 ഖുവ്വത്തുണ്ട്. ഒന്നേതാണ് ഖുവ്വത്തു ശഹവത്ത്, മറ്റൊന്ന് ഖുവ്വത്തുൽ ഗളബ്. അതിനെ പിടിച്ചുകൊണ്ടാണല്ലോ മലായിക്കത്ത് എന്ന് പറഞ്ഞ ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ ഖുദാ അതജഅലു ഫീഹാ മൻ യുസ്ഫികു ദിമാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. മനുഷ്യന്റെ കണ്ട 2 നീതിയാണ് ഇത്. ഒന്ന് ഫസാദ് ഉണ്ടാക്കും, അതെന്തിലേക്ക് നോക്കിയിട്ട് മനുഷ്യനിലുള്ള ശഹവാത്തിലേക്ക് നോക്കിച്ചു. പിന്നെ അവർക്ക് നിയമങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം അട്ടിമറിച്ചിട്ട് എന്താക്കും, ഫസാദ് ഉണ്ടായിട്ട്. വയസ്ഫിക്കുദ്ദിമാ, മനുഷ്യനുള്ള കളബ് നോക്കിയിട്ടാണ്. അപ്പം ഷഹബാത്ത് പ്ലസ് കളബ് സമം നഫ്സ്. മനസ്സിലായിട്ടില്ല? അതേതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലൊരു എഞ്ചിൻ എടുക്കും കാറിൻ്റെ, അതിൽ കൃത്യമായി കാറ്റും അടിച്ച് ഓയിലും കൊടുത്ത് പിന്നെന്തായി വെള്ളയിൽ ഒഴിച്ച് ഡീസലും കൊടുത്ത് കഴിഞ്ഞിട്ട് താക്കോൽ വെച്ച് നോക്കിയട്ടെ എന്നിട്ട് എന്താക്കും, ഒരു ഊർജ്ജം പുറപ്പെടും. ആ ഊർജ്ജം എന്താക്കുന്നതിനാൽ ഇതിൻ്റെ കണക്ഷൻ കാരണത്താൽ എല്ലാം പിടിച്ച് തിരിക്കാനുള്ള ശ്രമമായിരിക്കും. ഇങ്ങോട്ട് ചലിപ്പിക്കുന്ന വേറെ ഉണ്ട്, അത് മോട്ടറല്ല, ഈ വണ്ടിൻ്റെ എഞ്ചിനല്ല. നെയ്ത്ത് മെഷീനില്ലേ, നെയ്ത്ത് മെഷീനെ സാധനം ഇങ്ങനെ ആകാനാണ് പ്രേരിപ്പിക്കും. ഇങ്ങനല്ലേ നെയ്ത്ത് കുടുംബം ഇങ്ങനെ പായുള്ളൂ. വട്ടത്തിൽ കറങ്ങിയാൽ ശരിയാവില്ല. ഇത് വട്ടത്തിൽ കറക്കാൻ അതിൻ്റെ കണക്ഷന്. ആ കറക്കം എന്താക്കണോ, ഒരു ഡ്രൈവർ വന്നിട്ട് ആവശ്യത്തിന് തോത് മാത്രം കറങ്ങുക. അത് നേരെ പോകണമോ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണമോ എന്ന് തീരുമാനിക്കുക. അത് വേണ്ടെങ്കിൽ അത് നിർത്താനാകണം. ഇതെല്ലാം ഡ്രൈവിങ്ങിൻ്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ എന്താക്കും, ഇടലോ കറങ്ങിയിട്ട് ആളെ മേത്തെല്ലാം പാഞ്ഞു കയറൂലേ. ഇതേമാതിരി മനുഷ്യരെന്താക്കി അപ്പുറത്ത് മന്തി അടിച്ച് കായ്പൂളും തിന്നു, മറ്റേതൊന്ന് അണ്ടിപ്പരിപ്പൊന്നും എല്ലാം തിന്നു നോക്കുമ്പോഴൊക്കെ കീട എന്ന് പറഞ്ഞപ്പോൾ 2 കൂവത്ത് പുറപ്പെടും. ഏതല്ലോ, ഒന്ന് ഷഹബാത്ത് ഒരു ഭാഗത്തേക്ക് കൂടി, ഷഹബാത്ത് ആമ്മ ലഭ്യതന്നെ ഒരു ഖാസായ ഷഹബത്തല്ല ഉദ്ദേശിക്കുന്നു. ആമ്മ് അതിൻ്റെ ഫുറോകളും വിടും. ഉദാഹരണത്തിന് ഷഹബത്തുൽ ബത്തൻ എന്ന് പറഞ്ഞാൽ ഏതാ, തിന്നാനുള്ള ഷഹബത്ത്. തിന്നാനുള്ള ഷഹബത്തിൽ എനിക്ക് മന്തി ആയിരിക്കണം, ബിരിയാണി ആയിരിക്കണം, മട്ടൻ ആയിരിക്കണം എന്നുള്ളത് വേറൊരു ഷഹബത്താണ്, അതിൻ്റെ പുറം. അപ്പം അതിനുണ്ടാക്കണം, നല്ല പൈസ വേണം. ഒരു സിംഗിൾ പൊറോട്ട വാങ്ങിയാൽ ₹1 മതിയെങ്കിൽ മറ്റേന് 100 കൊടുക്കണം. അപ്പോൾ പൈസയുടെ ഷഹബത്തൊന്നടെ ഇത് വാങ്ങാൻ. അപ്പോൾ ഫുറോയിൻ്റെ മുകളിൽ ഇങ്ങനെ ഷഹബാത്ത് പട്ടിക, 2 മതിയാവില്ല. അപ്പോൾ ഷഹബാത്ത് ആമായ കൂട്ട്, മറ്റൊന്ന് കളബു അതിങ്ങനെ അകപ്പെടും. അതിനെന്താക്കണോ, ആക്കല് എന്ന് പറഞ്ഞവരെ ആ ഡ്രൈവറായിട്ട് ഉണ്ടാകണം. അല്ലെങ്കിൽ പാഞ്ഞിട്ട് വണ്ടിയോടെല്ലാം അതിലുമെല്ലാം കയറി എല്ലാം കുൽമാൽ ലഭ്യസാവും, ആളെ കൊല്ലു. മഞ്ഞുഫ്സിദുഫിഹ വയസ്ഫിക്കുദ്ദിമാ 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷഹവാത്ത് കൂട്ടണോ കളബ് സമ ഉത്തരം എന്താ, നഫ്സ്. അതാണ് ഈ പറഞ്ഞത്. അപ്പം നഫ്സിനെ ശ്രദ്ധീകരിക്കണം, നഫ്സിനോട് സമരം ചെയ്യണം എന്ന് പറഞ്ഞ് ഇതായിരിക്കണം. എന്നുവെച്ചാൽ നിൻ്റെ ഷഹവാത്തിനോടും നിൻ്റെ കളബിനോടും പരിധി വെക്കണം. എന്നാൽ പിന്നെ എന്താണല്ലോ വെച്ചിന്, ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ജാലിബെന്ന് പോലും ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമായ വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് വെട്ടണം, നോക്കണം. കളബ് എന്ന് പറഞ്ഞാൽ ഇതിനെ കക്കാനും ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നാളെ പ്രതിരോധിക്കാനുള്ള പരുടെ മുമ്പിലുണ്ടാവും. ബിവെയർ ഓഫ് ഡോഗ്, നായിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട്. അതാ ഈ കളബ്. ഇവൻ്റെ ദീനിലോ ഇവൻ്റെ അഭിമാനത്തിലോ സമ്പത്തിലോ ആരെങ്കിലും കൈകടത്തുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കാനുള്ള വസ്തുവാണ് ഇത്, ഈ കളബാകുന്ന നായി. അപ്പോൾ ശരീരത്തിൽ ആവശ്യമുള്ളതാണ്. അപ്പം താമിനോടോ മറ്റോടോ ഷഹവാത്ത് ഇല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല. ഒരു ഭക്ഷണം അകത്തെത്തണമെങ്കിൽ ആദ്യം സാധനം പടക്കണം, അതിനെ രുചിക്കൂട്ടുണ്ടാക്കാൻ ആവശ്യമായ സാധനം പടക്കണം, അത് യോജിപ്പിക്കാനുള്ള കൈഫ്യത്ത് പഠിക്കണം. അതിന് വെക്കാൻ അറിയാത്ത ആൾ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനെന്തെല്ലാം എന്തെല്ലാം കൂട്ടൽ, തേര് കൂട്ടണം, മയോണീസ് കൂട്ടണം, പിന്നെ അച്ചാർ കൂട്ടണം, മറ്റു വിളമ്പലും എല്ലാം കൂടെ കൂട്ടണം.
ഇതെല്ലാം ആക്കിയിട്ടാക്കി ഇവനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആരാധന ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ആരായി ഭക്ഷിക്കുക? തൊടൂല. ഈ സാധനം പച്ച പോലെ ഉണ്ടാവും. ചോറിനോടുള്ള പ്രത്യേകമായ ഊറുണ്ടാവില്ല. അപ്പം ഷഹബാത്ത് ഇവിടെ പഠിച്ചു കൊടുക്കണം. അതിന് പുറമെ ബായ്ക്ക് രുചിയും കൊടുക്കണം. ബായ്ക്ക് രുചി ഇല്ലാണ്ട് ഉള്ളങ്ങേമ വെച്ചാൽ രുചി കിട്ടുന്നുണ്ടാ? ആ രുചി ഇവിടെ തന്നെ ഉണ്ടല്ലോ. കൈമ പിടിച്ചെടുത്തോളം രുചി കിട്ടിയിട്ടില്ല. പാലിട്ടപ്പാ നല്ല ടേസ്റ്റ് ഉണ്ടടാ. അപ്പോൾ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, മറ്റേത് പ്രതിരോധിക്കാനാണ്. അപ്പോൾ ഈ ആവശ്യമുള്ള ഈ ജാലിബും ദാഫിയും ജാലിബ് ദാഫി എന്ന് കൊടുക്കുക. ഇത് റൂട്ട് വിട്ടാൽ എന്താക്കും? പുറത്ത് കെട്ടിയ നായി വന്നിട്ട് മുതലാളിയെ വന്നാലും കടിക്കും, മുതലാളിയുടെ മക്കളെയും കടിക്കും. അപ്പം കടിക്കേണ്ട ആളെ കടിക്കണം, കടിക്കാത്ത ആളെ കടിക്കാൻ പാടില്ല എന്നുള്ള തഹദീബുള്ള നായാന്നെങ്കിൽ എന്താക്കും? സാരില്ല. ഇതുപോലെ ഷഹബാത്ത് എന്താക്കും? ഹലാലും തിന്നും ഹറാമും തിന്നും. തടിക്ക് ഹലാക്കുണ്ടാക്കുന്ന വിഷം വരെ തിന്നും. ബായ്ക്ക് രുചി ഉണ്ടായാൽ ആലോചിച്ചോക്കറ. ഈനാണെന്താക്കി ഷറാഖ് പുറത്തെ റൂട്ട് വെച്ചത്. ഈ സാധനത്തിൻ്റെ നിലപാട് മാറുമ്പോഴാണ് ഫസാദും രക്തച്ചൊരിച്ചിലുണ്ടാകുക. അപ്പോൾ ക്രിമിനൽ കേസ് ഉണ്ടാക്കും ഒരു ഭാഗത്ത്, മറ്റേ കേസിന് എന്താ പറയല്? സിവിൽ കേസ് ഉണ്ടാക്കും. ക്രിമിനൽ കേസിലെയും എക്സിക്യൂട്ടീവാകാം. അടിയും പൊടിയും പിടിച്ചു പറിയും കൊലയും. മറ്റേതോ അനധികൃതമായിട്ട് എടുക്കല്. ചുരുക്കട്ട് അന്നഹു യുറാദു ബിഹിൽ മാനൽ ജാമിഅ ലിഖുവ്വത്തിൽ ഗളബി വശഹവത്തിൻ. ഷഹബത്ത് ഗളബിൻ്റെ ആ രണ്ട് കുവ്വത്തുണ്ടല്ലോ, അതിന് ഒരുമിച്ച് കുട്ടികൾ ഉണ്ടാകുന്ന എന്താണ്? ഫിൽ ഇൻസാനി അലാമാ സയത്തി ശറഹു. അതിന് വ്യാഖ്യാനം കൂടുതൽ പിന്നീട് വരും. വഹാദൽ ഇസ്തിഅമാലു ഹുവൽ ഗാലിബു. ഈ ഇസ്തിഅമാലാണ് ഗാലിബ് ഉള്ളത് അലാ അഹ്ലി തസവ്വുഫ്. എന്തുകൊണ്ട്? യന്നഹും യുരീദൂന ബിൻ നഫ്സി. നഫ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കല് അൽ അസ്ലൽ ജാമിഅ ലിസിഫാത്തിൽ മദ്മൂമത്തി മിനൽ ഇൻസാൻ. മനുഷ്യനിലെ മദ്മൂമത്തായ സിഫാത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഈ പറഞ്ഞ നഫ്സില്ലേ, അതിൻ്റെ അസ്ലേതാന്ന് രണ്ടെണ്ണേ ഉള്ളൂ. എന്നല്ലോ ഷഹവാത്തിൻ്റെ ഇനങ്ങളും ഗളബിൻ്റെ ഇനങ്ങളില്ല. ഷഹവാത്തിൻ്റെ മുത്തഅല്ലഖാത്ത് ഒരുപാടുണ്ട്. താമിനോടുള്ള മുത്തഅല്ലിഖുണ്ടാവും, പണത്തിനോടുണ്ടാവും, ജാഹിനോടുണ്ടാകും, ഉറങ്ങാനുണ്ടാകും, പിന്നെ വീടിലുണ്ടാക്കിയിട്ട് മത്സരിക്കാനുണ്ടാകും, സ്ഥാനമാനങ്ങൾ കിട്ടണം, വണ്ടി വാങ്ങണം, അങ്ങനെ എന്തെല്ലാം ഷഹവാത്ത്. ഇത് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി വൽ ബനീന വൽ ഖനാതിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈറിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. എത്ര രണ്ട് ഷഹവാത്തിന് മുത്തഅല്ലഖാത്ത്. ഗളബിന് അങ്ങനെ എണ്ണീട്ടുണ്ടാ? ഗളബ് എന്താന്ന്? എന്താന്ന്? ഇറാദത്തുൽ ഇൻതിഖാം. അവനാരോ എതിർത്തോ പറഞ്ഞോ സംസാരിച്ചോ ഓനെ കാച്ചണം തന്നെ. മറുപടി മുത്തഅല്ലഖാത്ത് ചിലപ്പോൾ കയ്യേറും, ചിലപ്പോൾ നാവേറും. നാവേറെ എന്തെല്ലോ ചീത്തലും പറയും. കയ്യേറിയ അടി കിട്ടും, കുത്ത് കിട്ടും, കല്ലറ് കിട്ടും, വെട്ട് കിട്ടും. അതാണ് പറയുന്നത് അൽ അസ്ലൽ ജാമിഅ ലിസിഫാത്തിൽ മദ്മൂമത്തി മിനൽ ഇൻസാൻ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫയഖൂലൂന ലാ ബുദ്ദ മിൻ മുജാഹദത്തിൻ നഫ്സി വകസ്രിഹ എന്ന് ഇബാറത്തിട്ടാൽ ഏത് നഫ്സ്? റൂഹ് എന്നുള്ള മാനാക്കോ അല്ല ഹയാത്തുള്ള മാനാക്കുള്ള റൂഹല്ല. വഇലൈഹിൽ ഇശാറത്തു ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം അഅദാ അദുബില്ലക നഫ്സുകല്ലതി ബൈന ജംബൈക്. നിനക്ക് ധാരാളം ശത്രുക്കളുണ്ട്, ഏറ്റവും കടുത്ത ശത്രു ആരാണ്? നിന്റെ നഫ്സ് തന്നെയാണ് എന്ന് പറഞ്ഞാലാണ് നിന്റെ ഷഹവാത്തും പ്ലസ് ഗളബും അടങ്ങുന്ന ആ മജ്മുഅ. അതിനോട് ആ പോരാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അൽ മാനസാനി രണ്ടാമത്തെ മാനേതാ ഹുവൽ ലത്തീഫത്തുൽ ലത്തീ ദക്കർനാഹ. മുമ്പ് പറഞ്ഞ ലത്തീഫത്ത് തന്നെ. അതായത് റൂഹിൻ്റെ മാനാക്ക് അസ്രായിൽ അലൈഹിസ്സലാം പിടിച്ചുകൊണ്ട് പോകുന്നു വെച്ചോ, അത് അല്ലത്തി ഹിയൽ ഇൻസാനു ബിൽ ഹഖീഖ. അത് തന്നെയാണ് ഹഖീഖത്തൻ ഇൻസാനി. വഹിയ നഫ്സുൽ ഇൻസാനി വദാതുഹു വലാകിന്നഹ എങ്കിലും തൂസഫു ബി ഔസാഫിൻ മുഖ്തലിഫത്തിൻ. വ്യത്യസ്തങ്ങളായ ഔസാഫ് കൊണ്ടെന്താക്കും അതിനെ ഉസ്ഫു അറിയപ്പെടില്ല. സാധനം ഒന്നാം ഏത്തിമാറ് കൊണ്ട് മാറി മാറി വരും. ആളൊന്നു തന്നെയാന്ന്. പള്ളിയിലെ ഹത്തീബ് ഹുതു പോകുന്ന ആളാണെങ്കിൽ അയാൾ ഹത്തീബാന്ന് അല്ലേ? അയാൾ പുരക്കെത്തിയ ഉപ്പയാന്ന്, മദ്രസിലെത്തിയ ഉസ്താദാന്ന്, വണ്ടി കയറിയ ഡ്രൈവറാന്ന്. ആളെണ്ണം കൂടിയിട്ടുണ്ടാ? അല്ല, ഇപ്പം ആളെണ്ണം കൂടിയാ? എന്താ പറയുന്നതാ? ബിഖ്തിലാഫി അഹ്വാലിഹ.
നോക്ക്, ആദ്യം തന്നെ മൂപ്പർ മുകളിൽ നിന്നാണ് തുടങ്ങുന്നു. ഫൈദ സകനത് തഹതൽ അംരി വസായലഹൽ ഇൽതറാബു ബിസബബി മുആറളത്തി ശഹവാതി സുമ്മയത്തിൻ നഫ്സ അൽ മുത്മഇന്ന. സുമ്മയത്തിൻ നഫ്സൂന്നല്ലേ വേണ്ടേ, മുത്മഇന്നത എന്നല്ലേ കൊടുക്കണ്ടേ? ഇങ്ങനെ നേരാ പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. സുമ്മയത്തിൻ്റെ നായിബ് ഫായിൽ ഒന്നാം മഫ്അൽ സ്ഥാനത്ത് നിന്ന് രണ്ടാം മഫ്അൽ ഇത്രയല്ലേ മുത്മഇന്നത്താണ്. എങ്ങനെ അങ്ങനെ അപ്പം ശരിയാവും. അതെ, മൊത്തത്തെ നഫ്സൽ മുത്തമയ്യത്ത മന്നെ മഫൂലാക്കുക, നായിബ് ഫായിൽ അത് താകാക്കുക, എന്നാലും ഓക്കെ തന്നെ നീങ്ങിപ്പോയി. അപ്പം ആദ്യം മൂപ്പർ മുത്തമ്മയിൻ്റെ നിന്ന് ഇറങ്ങി വരെയെന്ന്. അപ്പം ആദ്യം ഉണ്ടാകൽ ഏതാണ്? അമ്മാറത്ത് വിട്ടിട്ടാൻ ലവ്വാമത്ത് മുൽഹിമത്ത് നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നു ഷൈറ്. പക്ഷെ മൂപ്പർ എന്താക്കി? മുകളിൽ താലോട്ടൊക്കെ ഇറങ്ങി. അള്ളാഹുവിൻ്റെ അമറിൻ്റെ കീഴിൽ അത് അടങ്ങിക്കൂടുന്നു, ഒരു എത്രാന്നുമില്ല, അങ്ങനെ തന്നെ വേണ്ടത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ സായലഹ എന്ന് വെച്ചാൽ ആ നഫ്സിനെ തൊട്ട് നീങ്ങി അൽ ഇൽത്രാബ് എന്നതിനെ പടപടക്കൽ. എന്തുകൊണ്ടാണ് പടപടപ്പുണ്ടായി? ബിസബബി മുആറളത്തി ഷഹവാത്തി. ഈ അമ്രിനോട് ഷഹവാത്തിന് എതിർപ്പുണ്ട്. 3 പൊടിയത് ഒന്നാം പാടുള്ളൂ എന്ന് പറയുമ്പോൾ തളദേശം തോന്നുന്ന ആരും പറയലേ? നഫ്സ് പറയലേ. 3-1 വയനോർക്കാൻ പാടുള്ളൂ എന്ന് അമ്ര പറയുമ്പോൾ തളകദേശവും കാലിയാക്കും, ഞാൻ പാണിയും പാട്ടിലും കാലിയാക്കും. അപ്പോൾ ഒരു ഇൽത്തിറാബുണ്ട്, എനിക്ക് ഇത്രയേ തന്നിട്ടുള്ളൂ, ഇതെന്താ വളമ്പൽ കുറഞ്ഞു പോയ, എന്താ പൊരിച്ചില്ലാത്ത, എന്താ കുറച്ച് കറുത്തു പോയിന്, കരിഞ്ഞു പോയിന്, ഇതാ ഇൽത്തിറാബ്. അതിൻ്റെ താല്പര്യം പോലെ ആകാനോ ഇൽത്തിറാബ് ഉണ്ടാവും. ഒരു മിസാല് മാത്രം. ആ ഷഹവാത്തിൻ്റെ മാറത കാരണത്താൽ ഉണ്ടാകുന്ന ഇൽത്തിറാബ് അതിൽ ഒറ്റ നീങ്ങി. അല്ല എന്താക്കുന്നത് തന്നെ. പട്ടിണിയാ ഓക്കെ, തിന്നോ ഓക്കെ, നെയ്ച്ചോറ് ഓക്കെ, മന്തി ഓക്കെ, എന്തോ എല്ലാം കുല്ലും ഓക്കെ. അപ്പോൾ ആ നഫ്സിൻ്റെ പേര് അൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പേരായി. ഈനെയാണ് അള്ള ക്ഷണിക്കുന്നത് ശുദ്ധമായതുകൊണ്ട്. യാ അയ്യത്തുഹൻ നഫ്സ് ബാബ അൽ മുത്മഇന്നത്തായ നഫ്സെ ബാബ. മറ്റേ രണ്ടിനും വിളിച്ചിട്ടില്ല. قال الله عز وجل في مثلها يا أيتها النفس المطمئنة ارجعي إلى ربك. എന്നിട്ടോ റാദിയത്തം മർദിയത്ത് എന്നുള്ള സ്ഥാനപ്പേരാണ് കിട്ടിയത്. റാദിയത്ത് നീ റബ്ബിനെ തൊട്ട് പൊരുത്തപ്പെട്ടു സുലൂക്ക്. മർദിയത്ത് റബ്ബിൻ്റെ പക്കന്ന് നിന്നോടും പൊരുത്തണ്ട്. ഇതാണ് ജദബ്. അപ്പോൾ സുലൂക്കും ജദബും കൂടി ഇങ്ങനെ കുളക്കി. എന്തോ ഏയല്ല കടുപ്പുണ്ടെന്നല്ലോ, കടുപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ വൻ നഫ്സുൽ ബിൽ മഅനൽ അവ്വലി, ഈ ഒന്നാമത്തെ മാന പ്രകാരം ഏത് ഷഹവാത്തും ഖദബിൻ്റെ മജ്മൂണ്ടല്ലോ, അതല്ല അഹ്ലുഹ, ആ മാനപ്രകാരം മർദിയത്തും റാദിയത്താവൂലല്ല. റാദിയത്തും മർദിയത്തുമായ മുത്തമയിന്നത്തായ എന്താണ് ഷഹവാത്തെ ഖദബെന്ന് വിളിക്കൂലല്ലോ. അപ്പം വേറൊന്നാണ് ലാ യുതസവ്വറു റുജൂഉഹാ ഇലല്ലാഹി തആല. ഏത് റുജൂഉ? ഇർജിഇ എന്ന് പറഞ്ഞ റുജൂഉ. ഫഇന്നഹാ മുബ്അദത്തുൻ അനില്ലാഹ്, അത് അള്ളാഹിനെ തൊട്ട് അകറ്റപ്പെട്ട സാധനമാണ്. വഹിയ മിൻ ഹിസ്ബി ശൈത്താൻ, ഹിസ്ബിൽപ്പെട്ടതുമാണ്. പിന്നെ എങ്ങനെ അള്ളാഹ് മാടി വിളിക്കുക? കയറ് ഫതൂനി ജന്നത്തിൻ. അപ്പം മുത്മഇന്നത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കണ്ടാ. ഇനി വഇദാലം യതിമ്മ സുകൂനുഹാ, മുമ്പ് പറഞ്ഞ സുക്കൂന് പൂർത്തിയായിട്ടില്ല, ഒരടക്കം ഉണ്ടെന്നല്ലാണ്ട്. പക്ഷേ അതിന് യോജിക്കാത്ത വന്ന ഇത്റാബും ഏത്രാളൊക്കെ ഉണ്ടാവും. അപ്പോൾ വലാകിന്നഹ, എങ്കിലും സാറത്ത് മുദാഫിഅതൻ ലിന്നഫ്സി, നഫ്സിനെ എതിർക്കും. ഏത് നഫ്സിനാ? ഷഹവാനിയ നഫ്സിനെ. എനിക്ക് കുറേ പാത്രം നിറച്ചും, ഒരു മിസാൽ എടുത്തതേ ഉള്ളൂ, പാത്രം നിറച്ചും തിന്നണം. അങ്ങനെ തിന്നൂടാടാ. ലുഖൈമാത്ത് യുക്കിന്ന സുബ്ബഹു, ആയസ് നിർത്താനിലെ ഭക്ഷണേ കൊണ്ടു. കൂടിയാതെ കഴിഞ്ഞാൽ സുലസുല്ലി താമി, സുലസുല്ലി ഷറാബി, സുലസുല്ലി നഫസ വച്ചാൽ മതി. എന്നിട്ട് എന്താക്കും? ഷഹവാത്തിനെ തള്ളിക്കളിയും. അപ്പോൾ മുഅ്തറദത്തൻ അലൈഹ, ഷഹവാത്തിനെതിരെ എത്രാത് നോക്കും. അങ്ങനെയാണ് സൗമ്യത്തിൻ നഫ്സൽ ലവ്വാമായി, ലവ്വാമത്ത്. ഈ തള്ളിക്കളയുന്ന പോലെ കൊണ്ടാണ് ലവ്വാമ എന്ന് പേര് കിട്ടിയത്. മറ്റേ പ്രവർത്തനത്തിന് അംഗീകരിക്കുന്നില്ല. അതെ, അതെന്താ കാരണം? ഇത് അന്നഹ തലൂമു സാഹിബഹ ഇൻദ തഖ്സീരി ഫി ഇബാദത്തി മൗല, മൗലയുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ തഖ്സീർ വരുത്തുമ്പോൾ എന്താക്കും? ആക്ഷേപം പറയും. ചുരുക്കത്തിൽ മനസാക്ഷിക്കുത്ത് എന്ന് പറയാം തൽക്കാലത്ത് ഇന്ന് പറയുന്ന ഭാഷയിൽ.
ഖാല അല്ലാഹു തആല വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞ അല്ലാഹു നഫ്സുൽ ലവ്വാമ സൂചിപ്പിച്ചല്ലോ. ഇനി അതിൻ്റെ കീഴ്പോട്ട് വാ. വൈൻ തറക്കത്തിൽ മുമ്മനിച്ചിട്ടില്ലല്ലോ, ബഹുമാനം പറഞ്ഞിട്ടില്ലല്ലോ. മുത്തമൈനത്തിനെ വിളിച്ചിട്ടുള്ളൂ. മുത്തമൈനത്തിന് ലാസിമാണ് റാദിയത്തും മർദിയത്തും. അത് ലബാമത്ത് എന്ന് ലഫ്ലിയ മുത്താബക്കത്ത് പറഞ്ഞതിലുള്ളൂ. ഇനി വൈൻ തറക്കത്തിൽ ഏത്തിറാദിനെ ഒഴിവാക്കി ശൈത്താന്റെ പ്രേരണക്കും ഷഹവാത്തിന്റെ മുക്തലക്കും ഭയപ്പെട്ടിട്ടാ ജീവിക്കുന്നു. ഏത് ഏത്തിറാദ് ഒഴിവാക്കിയെന്ന് മുഅ്തരിളത്തൻ അലൈഹ എന്ന് പറഞ്ഞില്ല. നേരത്തെ വന്നില്ലേ ഇപ്പം മുദാഫിയത്തൻ ലിനഫ്സി ഷഹവാനിത്ത് മുഅ്തരിളത്തൻ അലൈഹ. അപ്പം ഏത്തിറാദേ ഇല്ല, ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അതിനാണ് അമ്മാറത്തും ബിസ്സു എന്ന് പേര് വന്നത്. ഖാലല്ലാഹു തആല ഇഖ്ബാറൻ അൻ യൂസുഫ് അലൈഹിസ്സലാം അബ് ഇമ്രാത്തുൽ അസീസ് ഏത് വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സു എന്ന് പറഞ്ഞ് ഖായിൽ ആരാന്ന് യൂസുഫ് അലൈഹിസ്സലാം ആണോ ഇമ്രാത്തുൽ അസീസ് ആണോ എന്ന് തഫ്സീറിൽ ഖിലാഫുണ്ട്. വമാ ഉബദ്ദിഉ സൂറത്ത് യൂസുഫിൽ ആ സാഹചര്യം രണ്ടാളാവാനും സാധ്യതയുണ്ട്. അവിടെ മൂപ്പർ രണ്ടും എടുത്തിട്ട് ഒന്നിക്ക് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, അല്ല ഇമ്രാത്തുൽ അസീസ് പറഞ്ഞു. വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സു. ഇതാണ് നഫ്സിൻ്റെ അസല് സ്വഭാവം. ഇനി മുജാഹദ കൊണ്ടെന്താക്കണം, ഇതിങ്ങനെ മാറി 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 സ്റ്റേജ് വിട്ടടക്കലാണ്. മുജാഹദ ഇല്ലെങ്കിൽ അമ്മാറത്തിൽ തന്നെ കിടക്കും. ഇനി അമ്മാറത്ത് മാറിയ തൽക്കാലം തോന്നിയാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇപ്പത്തും തെറ്റും. വൈദന്തഹത്ത് നഫ്സുൻ ഇലത്മീനാനിഹാ ലാകിന്നഹാ ലാ തൻതഹി അൻ ഗയ്യിഹാ എന്ന് ആര് ഇമാമുർ റബ്ബാനി മുപ്പറ മക്തൂബാത്തി പറഞ്ഞല്ലേ. വൈനിന്തഹത്ത് നഫ്സുൻ ഇലത്മീനാനിഹ, മുത്മഇന്നത്തിന്റെ പദവിയിലെത്തിയാലും അശ്രദ്ധ വന്നാൽ എന്താക്കും, ലാകിന്നഹാ ലാ തൻതഹി അൻ, അതിന്റെ പഴയ സ്വഭാവം വിട്ടിട്ടില്ല എന്നാ. കണ്ടാ വഖദ് യജൂസു അൻ യുഖാല അൽ മുറാദു ബിൽ അമ്മാറത്തി ബിസ്സൂ. അമ്മാറത്തും ബിസ്സൂ കൊണ്ടുള്ള മുറാദ് യൻ നഫ്സു ബിൽ മാനൽ അവ്വലി, ഒന്നാമത്തെ മാനാക്കും പറയാം. ഏതൊന്നാമത്തെ മാനാക്ക്? ഗളബിൻ്റെയും ഷഹവത്തിൻ്റെയും മജ്മൂഅ എന്ന് പറഞ്ഞൊന്നില്ല. ഗളബ് പ്ലസ് ഷഹവാത്ത് സമം നഫ്സ് എന്ന് പറഞ്ഞ മാനാക്കും പറയാം. ഇപ്പം പറഞ്ഞത് അതല്ല, ആ മാന ഉൾക്കൊള്ളുന്ന റൂഹിന്, റൂഹിൻ്റെ ചീത്തയെ ആ ഉസാഫ് നോക്കിയിട്ടാണല്ലോ അമ്മാറത്ത് എന്ന് പറഞ്ഞത്. ഇത് നല്ല വിശദീകരണമാണ്. ഇതല്ലാത്ത വേറെ ഷോർട്ട് വിശദീകരണം ഉണ്ട്. അവിടെ തായത്ത് സുബുക്കിൻ്റെ ഷറഹിൽ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അതിൽ പറയും, മൃത പോലാത്ത മതേ. പക്ഷെ എന്താക്കും, തസവ്വുഫിൻ്റെ കുറേ ഉസൂലിംഗ് ഉണ്ട്. തുടക്കതാണ് തയക്കലി നഫ്സിൻ. അപ്പം എന്താണ് ഈ നഫ്സ് എന്ന് പറഞ്ഞാൽ മുപ്പറാണ്ടുന്നുണ്ട്. അൻഹദ ഹുദാഹ തവല്ലത്തി, അത് നല്ല ഹുദ വന്നിട്ടും അതിലേക്ക് പ്രവേശിക്കാതെ പിന്തിരിഞ്ഞോടുന്ന നഫ്സിനെ വളരെയധികം ശ്രദ്ധിച്ചോളണം. ഫബാദിർ ഫബിത്തഖീർ, ആ ശ്രദ്ധ കുറച്ച് വൈകിപ്പോയെങ്കിൽ ആലമ വശത്ത് വരും. എന്ത് പറഞ്ഞിട്ടാ മുപ്പറിങ്ങനെ നഫ്സിൻ്റെ ഔസാഫ് വേണം. വലിയ ബൈത്താന്ന്, ബൈത്തും ഷറാഖും. എന്നോടൊപ്പം എത്ര കാലമാണെങ്കിൽ നീങ്ങിപ്പോവുക, അടുത്തേക്കാണ് പോകേണ്ടത്, ആയുസ് തീരാൻ പോകുന്നുണ്ട്, കബറിൻ്റെ പക്കത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡിലും ആയുസ് ചുരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം അങ്ങനെ ഉപദേശം ചെയ്യും. അല്ല ഓതിയിട്ടേ മരിക്കാവുന്ന നല്ലോണം ദ്വാരക്ക്. വേറെ എന്തിനിപ്പം ദീർഘായുസ് എന്തിനാന്ന് ചോറ് വയ്ക്കാൻ. എത്ര കാലമായി ചോറ് വയ്ക്കുന്നത്, ഇപ്പം വെയിച്ചുകൂടാന്ന് പറയൂ. ഡോക്ടർമാരത്തെ എന്നാൽ എല്ലാം കൺട്രോള്. നെയ്ച്ചോറ് കഴിച്ചുകൂടാ, അത് പറഞ്ഞുകൂടാ, ഉണക്കൊന്നുകൂടാ, പൊച്ച് തിന്നില്ല, കെച്ചു തിന്നാൻ പാടില്ല, നെയ്യുള്ള തിന്നാൻ പാടില്ല. അപ്പം ഇതെന്താക്കി ആകെ കുടുക്കിയില്ലേ. എമസോത്ത് ദിവസമൊക്കെ പോയിട്ട് ഇയാൾക്കെതിരുമായി മതി. അതിനോട് നല്ല തിന്നുണ്ടാവും. ഞാൻ കുറച്ചേ തിന്നാറുള്ളൂ, പിന്നെ എല്ലാം കൂടെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ശരിയാവില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ മൂന്നാളും കൂടി 3 ടീസ്പൂൺ ചോറ് വെച്ചിട്ടുണ്ട്, 2 ആളും കൂടി. ചോറ് തന്നെ മുഖമൊക്കെ എന്നാലും ഇങ്ങനെ കിടക്കുന്നു.
അപ്പം ശരിയില്ലേ? അപ്പോൾ ഫഇദൻ അന്നഫ്സു ബിൽ മഅനൽ അവലി മദ്മൂമത്തുൻ ഗായത്തദ്ദം. ഒന്നാമത്തെ മാന ഒന്നുകൂടി പറയേ. ഏത്? ഷഹവാത്ത് കൂട്ടണം, ഗളബ് സമം അന്നഫ്സ്. വബിൽ മഅനസ്സാനി രണ്ടാമത്തെ മാന പ്രകാരം മഹമൂദത്താണ്. ഏത്? ചില അവസരങ്ങളിൽ അതിന് കുറ്റം പറയുന്നേ ഉള്ളൂ. ഏത്? മുത്തുമൈനത്തായ ഗായത്തെത്തി ലവാമത്തായ കുറച്ചും കൂടെ കുറച്ച് മോശം ഉണ്ടെങ്കിലും അമ്മാറത്താകുമ്പോൾ നന്ന മോശമായി. പക്ഷെ കയ്യ വൃത്തിയാവും. മറ്റേത് അതിനുള്ള കച്ചറ. അപ്പം അതിനുള്ള നജസാകുമ്പം മറ്റേതോ മുത്തനജിസായിട്ടുള്ളൂ. എന്താ അന്നഹ നഫ്സുൽ ഇൻസാൻ ഐ ദാതുഹു അൽ ആലിമത്തു ബില്ലാഹി വസായിറുൽ മഅലൂമാത്ത്. അൽ ലഫ്ദുർ റാബി അടുത്തേക്ക് എത്തിയില്ലേ? അപ്പോൾ എടുത്തു വെച്ച ലഫ്ദെല്ലാം പഠിച്ചു നോക്കണേ. അൽ അഖല് എന്നുള്ളതാണ്. വഹുവ ഐദൻ മുഷ്തറക്കുൽ ലിമാനി മുഖ്തലിഫത്തിൻ. വ്യത്യസ്തങ്ങളായ മാനാക്ക് മുഷ്തറക്കാണ് ഇത് അഖല് എന്നുള്ള ലഫ്ദ്. ദക്കർനഹ ഫി കിതാബിൽ ഇൽമിൽ ഒന്നാമത്തെ ജുസിൽ പറഞ്ഞിട്ടുണ്ട്. അഖല് മത്ബൂഉണ്ട്, അഖല് മത്തൊന്നും പല ഇതാക്കി. അതായത് ജനിക്കുമ്പം തന്നെ ഉള്ളത് എന്ത്? മത്ബൂഅ. റഅയ്തുൽ അഖല അഖലൈനി എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ബൈത്ത് അവതരിപ്പിച്ചിട്ട് പറയും. മറ്റൊന്നെന്താണ്? നല്ല നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ആക്കി ഇൽമ വർദ്ധിക്കും തോറും അക്കലിന് പവർ ഇങ്ങനെ വർദ്ധിക്കും. അതുപോലെ നഫ്സിനോട് മുജാഹദ ചെയ്യും തോറും അക്കൽ എന്താക്കും? അതിൻ്റെ പവർ വർദ്ധിക്കും. അത് മറ്റൊരു ഇനം. മറ്റേത് അന്ന് പടക്കുമ്പോൾ തന്നെ ഒരു അസൽ ബുദ്ധി എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ പല ഇനങ്ങളുണ്ട്. ഇത് മന്നജലോദിനല്ല. മത്തുബൂവ ഇല്ലാത്ത പക്ഷം മറ്റേ നടക്കൂല. അല്ല, ആദ്യം അക്കലിന് തുടങ്ങുന്ന പ്രാരംഭ രംഗം ഷുഊർ വിട്ട് കഴിഞ്ഞാൽ തമ്മീസ് വന്നതിന് ശേഷമാണ് അക്കൽ എന്ന് പറയുക. അക്കൽ എന്താകും? ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ കുറേ ഉന്നതമാണെങ്കിൽ ബക്കാവ് എന്ന് പറയും. ബക്കാവും ബഹറുസുൻ. അവിടെ അക്കലും ബഹറുസുൻ എന്നല്ലല്ലോ പറഞ്ഞു. ബക്കാവും ബഹറുസുൻ വസ്തിബാറും. ഇൽമിൻ്റെ 6 സംഭവം പറഞ്ഞില്ലേ? ഉണ്ടാവും, അക്കലുണ്ടാവും. ഷുഊർ അക്കല എന്ന അവസരത്തിൽ 2 സാധനം വെച്ചു കൊടുത്താൽ എന്താണ്? ഖൈറുൽ ഖൈറൈൻ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് ഷർറും ഒരു ഖൈറും വെച്ചു കൊടുത്താൽ ഖൈറ് തിരഞ്ഞെടുക്കും. 2 ഖൈറ് വെച്ചു കൊടുത്താൽ ഏറ്റവും റാജിഹായ ഖൈർ എപ്പോഴത്തേക്കും നിലനിൽക്കുന്നു അത് തിരഞ്ഞെടുക്കും. അത് അക്കലിൻ്റെ പോക്കാണ്. വക്കാകുന്ന തന്നെ പഠന വിഷയത്തിലാണ് സാറായി. അതിനപ്പുറം എന്താണ്? അൽമയ്യത്ത് എന്ന് പറയും. അൽമയ്യത്ത് എന്ന് പറഞ്ഞാൽ ചില ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ജാഹിബത്ത് പറഞ്ഞളിയുന്നതാണ് അൽമഹി. അതിൻ്റെ അപ്പുറം ഫത്താനത്ത് അമ്പിയാ മുർസലീങ്ങൾക്ക് ഖാസായിട്ട് പറയുന്ന ഉസ്ഫാൻ അല്ല. സിദ്ക്ക് നേര് പറയില്ലേ? അല്ല പറഞ്ഞു തീർന്നു. അങ്ങനെ അർത്ഥം അമ്പിയാ മുർസലീങ്ങൾക്ക് പറയുന്ന ഓരോ സിഫാത്തിനും ഖാസ ഇസ്ലാഹുണ്ട്, അതിന് മയലുണ്ട്. സിദ്ക്ക് എന്ന് പറഞ്ഞാൽ നേര് പറയില്ലേ? അങ്ങനെയല്ല. അഹ്വാലിലായാലും അക്വാലിലായാലും ഉള്ളിലുള്ള ഹൈറെന്താണോ പുറത്തുള്ള ഹൈറെന്താണോ അത് തന്നെയാണ് ഉള്ളിലുള്ളത്. ഞാൻ നല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലാഹിറാണ് പ്രത്യേകം നന്നായി കാണല്. ആളടയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ ലാഹിറിൽ കാണിക്കുന്ന എന്താണോ അത് തന്നെ ഹഖീഖത്ത് ബാത്തിലുണ്ടാകണം. ഞാൻ തങ്ങളുടെ വന്നിട്ട് ഞാൻ നിന്റെ സുഹൃത്താന്ന് പറഞ്ഞാൽ സുഹൃത്ത് നിങ്ങളെ ലഹറുള്ള കൈബിന് സുഹൃത്തായിരിക്കണം. അതാണ്. അതുപോലെ വർത്തമാനം, ഭൂതം, ഭാവി ഏതെങ്കിലും ഒന്നിൽ, അതുപോലെ ജലിയായ കാര്യത്തിലോ ഹഫിയായ കാര്യത്തിലോ മനസ്സിൻ്റെ ഉള്ളിലുള്ളതോ പുറത്തുള്ളതോ എവിടെയും ആയിക്കട്ടെ ഒരു സാധനത്തെ പറ്റി ഇഖ്ബാർ ചെയ്താൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഖബറും വാക്യത്തും തമ്മിൽ മുത്താബക്കാകലല്ലേ സിദ്ക്ക് എന്ന് പറഞ്ഞത്. ഹക്കും സിദ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേന്ന്. അങ്ങനെ വിശാലമായ അർത്ഥം ഉണ്ടായിന്. അപ്പൊ ഉള്ളിലുള്ള എന്താണോ അത് തന്നെ പറഞ്ഞാൽ പലരും ഉള്ളൂ. എന്നിട്ടല്ല ഇത് ഇമാമിങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ടില്ലേ? ഒരാൾ വമ്പിച്ച യുദ്ധം ചെയ്യുന്നു, ഹാബിമാർ ഞെട്ടിപ്പോയി. ഒരു യോദ്ധാവിനൊടുക്കുന്ന സ്വർഗമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനുള്ളതെന്നൊക്കെ പറഞ്ഞില്ലേ? തങ്ങൾ തോറ്റു പോകുന്ന കാര്യം പോക്കാം. എന്നിട്ടാന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലെങ്കിൽ അന്ന് തല്ലാവുന്ന പറഞ്ഞു.
ആർക്കും വിശ്വസിക്കാൻ ഉൾക്കൊള്ളുന്നില്ല. രാത്രി ശത്രു കൊല്ലുന്ന കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ തങ്ങൾ പറഞ്ഞിരിക്കത്തില്ലേ, അപ്പം വരാൻ പോകുന്ന കാര്യത്തിൽ അയാൾ ഉള്ളിലിരിപ്പ് വരെ ഇവിടുന്ന് എന്തായി പറഞ്ഞത് സിദ്ദുഖുത്തല്ലോ. മക്കീത് നേര് പറയാന്നും വേണ്ടെങ്കിൽ വിട്ട്, ഇതൊന്നും തൃപ്തികരമല്ല. ഇതന്നെ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുന്ന അക്കീദിന്റെ തർത്തീബ് ഇമാം എന്ന് പറയുന്നതല്ല, ഇതാത്തിൽ ഇതായാലും വരുമല്ല. ആദ്യം അക്കീദ ഫിൽജുംല പഠിപ്പിക്കുക, പിന്നെ അതിന് ശേഷം വന്നാൽ അതിങ്ങനെ എണ്ണി പഠിപ്പിക്കുക, പിന്നെ അതിൻ്റെ ബയ്യനത്ത് പഠിപ്പിക്കുക, അതിൻ്റെ വിശദീകരണം കൊടുക്കുക. അതിൻ്റെ തർത്തീബ് തന്നെ എണ്ണിയിട്ടുണ്ട്. അതിന് അക്കീദുണ്ട് ഓതലെടെങ്കിലും അക്കീദ് ഓതൂല, നബിതങ്ങൾ മധുഹ ഓതൂല, സീറോ ഓതൂല. എന്നിട്ട് പിന്നെ മറ്റേ കല്ലൊന്നും മനുഷ്യനല്ല, മനുഷ്യനൊന്നും കല്ലല്ല, പങ്കപ്പം തിരിഞ്ഞുകൊടുക്കും. തിരിയുന്ന കാലത്തോളം സ്വിച്ചിട്ടിട്ട് കരണ്ടുണ്ടെങ്കിൽ തിരിയോ, ഒയില്ല പല ഇതെന്തിനൊക്കെ നേരം കളിയുന്നു. കുല്ലു കാത്തിമോ താരിക്കുല്ല സാ വിദ്യവാമി അതാമ കാത്തിമില്ല അതായി ആയിക്ക് അറിഞ്ഞുകൂടാത്ത എഴുതിക്കൊണ്ടൊക്കെ കയ്യാനും കൊന്നു. അതിനൊരു കിതാബ് ഓതണ്ടൊന്നുമില്ല, തൗഹീദ് ഓതുന്നില്ല, തജ്വീദ് ഓതുന്നില്ല, മദ്ഹ് ഓതുന്നില്ല, സീറ ഓതുന്നില്ല. ഇത് ഇത്രതാക്കി അത് അതിനല്ല ഇത്രത്. അതിൽ മാത്രം സമയം കളഞ്ഞു നമ്മൾ ഉംറ തീർത്താണ്. അത് വസീലയെ മക്സൂദായി കണക്കാക്കിയിലാണ് മൂപ്പർക്ക് എത്രാദിൻ്റെ ഒജുക്ക്. വസീലയാക്കേണ്ട സാധനം എന്താക്കി മക്സൂദായി കണക്കാക്കി നമ്മളെ ദമാൻ തീർത്തു എന്നതാണ് മൂപ്പർ എത്രാദിൻ്റെ അകത്ത് കിടക്കുന്നത്. മൂപ്പർ സ്ഥലത്ത് പറഞ്ഞിട്ടല്ലോ, ഞാൻ മറ്റുള്ള ഫന്നുകളെ കുറ്റപ്പെടുത്തുന്ന ആളാന്ന് ഇനി എനിക്ക് തോന്നണ്ട, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. മൂപ്പർ തുറന്നു പറഞ്ഞില്ലേ മൂപ്പറ കാര്യം തന്നെ. എന്താ വായിക്കാത്തെ? അവിടുന്ന് ഇപ്പോൾ അടുത്ത ഓതിനല്ല. മുങ്കിലും പിന്നല്ലോ അക്കല് പോട്ടെ, നമുക്ക് പറയാം. വൽ മുതഅല്ലിഖു ബിഗർദിനാ മിൻ ജംലത്തിഹാ മഅനിയാനി. അപ്പോൾ ടോട്ടൽ 8 മാന വന്നേ. 8 മാനയിൽ ആവർത്തനം ബന്ധാക്കും, ആവർത്തനം ബന്ധം സാക്കിത്താക്കും, 5ലേക്ക് ചുരുങ്ങും. 3 സാക്കിത്താക്കാൻ നടക്കേണ്ട ആവർത്തനം വരുന്നുണ്ട്. നമ്മ പറയില്ലേ ഇപ്പം അള്ളാഹുവിൻ്റെ ഇൽമറിയണം, അത് ഇതെല്ലാം ഇതിനോട് നെളിയർ. ഇൽമറിയണം, ഖുദ്റത്തറിയണം, പിന്നെ റഹമത്തറിയണം. അപ്പം 3 അറിവായി. അള്ളാഹുവിൻ്റെ ഇൽമറിയണം, ഖുദ്റത്തറിയണം, അദാബ് അറിയണം. അപ്പം 6 ഇല്ലേ? അതിൽ ആവർത്തനം ഒഴിവാക്കിയട്ടെ. ഇൽമും ഖുദ്റത്തും 2ലുണ്ട്. റഹമത്തിൻ്റെ 4 അറിയാനുണ്ടാവുള്ളൂ. അത് പറയട്ടെ. മീൻ ജുംലത്തിഹാ മഅനയാനി, കുറേ അനയിലുണ്ട്. അതിൽ 2 അഹദുഹുമ, ഒന്ന് അന്നഹു യുത്ലഖു വയുറാദു ബിഹിൽ ഇൽമു ബിഹഖായിഖിൽ ഉമൂർ. ഒരു കാര്യത്തിൻ്റെ, ഏതൊരു കാര്യത്തിൻ്റെയും ഹഖായിഖുൽ ഉമൂർ കൊണ്ട് അറിഞ്ഞാൽ അവന് അക്കലുണ്ട് എന്ന് പറയും. അല്ല ഔഹാമിലോ ഖയാലാത്തിലോ തെറ്റിദ്ധാരണയിലോ കടന്നായാൽ അവനിക്ക് അക്കലില്ല എന്നും പറയും. അവനിക്കെന്താ ഈ സഫാത്ത് പറ്റി? ഏതൊരു കാര്യത്തിന് തനിമ അറിഞ്ഞ്, അപ്പോൾ അറിവിനെ തൊട്ടുള്ള ഇമാറത്തായത്. മറ്റൊന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു ശക്തി ഉണ്ട് അല്ല കൊടുത്തിട്ട്, അതിന് പറയും. അത് പറയാ ഫയക്കൂന ഇബാറത്തൻ സിഫത്തിൽ ഇൽമി കണ്ടാവും, ഇൽമിനുള്ള സിഫത്താണ്. അപ്പോൾ വഹമിനെയും വിട്ട്, പിന്നെ ജഹാലത്തിനെയും വിട്ട്, ജഹല് മുറക്കബിനെയും വിട്ടിട്ട് ഹഖായിക്ക് ഇത് പൊന്നാന്ന് പറഞ്ഞാൽ പൊന്നെന്ന് തന്നെ അറിഞ്ഞിരിക്കണം. അത് മനസ്സിലായ? അപ്പം പച്ച സാലിട്ട് വന്നിട്ട് ശേഖാന്ന് വിചാരിച്ചാൽ അവനിക്ക് അക്കലില്ല. അതുകൊണ്ട് ഷെയ്ഖിൻ്റെ മദാർ എടുക്കുന്നത് പച്ചസാലിടുമ്പലല്ലോ. ഇത് മനസ്സിലാക്കില്ലെന്നു. ഏതൊരു സാധനത്തിൻ്റെ അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തനിമ അറിയണ്ടേ? പിള്ളാരുള്ളതുപോലെ. അതെ, ഹക്ക് അറിയലേക്ക്. അപ്പം ആ സിഫത്തിൽ ഇൽമി അല്ലദീ മഹല്ലുൽ ഖൽബ്, ഇൽമിൻ്റെ മഹല്ലെവിടെയാണ്? കൽബാണ്. ഒരു മാന തിരിഞ്ഞില്ലേ? വസ്താനി അന്നഹു ഖദ് യുത്ലഖു യുറാദു ബിഹിൽ മുദ്രികുൽ ഉലൂം, ഉലൂമിനെ ഇദ്റാക്ക് ചെയ്യുന്നൊരു പവറുണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ.
അതാണ് ഖരീദത്ത്. അള്ളാഹുവിടുത്തെ ഒരു പ്രത്യേകതയാണ് കാര്യം തിരിയാൻ ഇൽമി ഇദ്റാക്ക് ചെയ്യാൻ ആവശ്യമായ ഇദ്റാക്ക്, ഖുവ്വത്തുൽ ഇദ്റാക്ക്. ആ അക്കൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിലും എനിക്കൊന്നും തിരിയില്ല, ഒന്ന് കയറുകയും ചെയ്യില്ല. കൂട്ടയിൽ വെള്ളം വൈദ്യമാരുണ്ടാവും, അത് കൊടുക്കാന്നല്ലാണ്ട് ഒന്നും നടക്കൂല. എന്നിട്ട് ആ അക്കൽമ കിട്ടിയ സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പുറം ഹാഫിള എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസിൻ്റെ ആടെ ഏൽപ്പിക്കും. അന്നേരം ഹല്ലൊന്നും ആക്കൂല, ആ കിട്ടി അങ്ങനെ തന്നെ വാങ്ങി വെക്കില്ല, നോദ്യത്ത് വെച്ചാണ്. അതിനന്ന് തസവുറോ തസ്സീക്കൊന്ന് വേർതിരിക്കുന്നിട്ട് വേറൊരു പണി കൊടുക്കും. എന്നിട്ട് അത് തന്നെ ശക്കാണോ വഹ്മാണോ എല്ലാ മറ്റേ ലന്നാണോ ലന്നുൽ ഖാലിബാണോ യക്കീനാണോ, യക്കീനാകുമ്പോൾ തന്നെ ഇൽമിൽ യക്കീനാണോ അയിനുൽ യക്കീനാണോ ഹക്കുൽ യക്കീനാന്ന് വേർതിരിക്കാൻ വേറൊരു ഓഫീസുണ്ട്. 10 ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ. പണ്ട് ജഹജാക്ക് നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും റിക്കണ്ടാക്കാത്തതുകൊണ്ട് പോയിന്നാ തോന്നുന്നു. 10 ഓഫീസുണ്ട്. അങ്ങാടെ ഫീഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് തിരിച്ചെടുത്താട്ടാ ഞാൻ മിഞ്ഞാൻ തന്നാ താടോ എന്ന് പറഞ്ഞപ്പോൾ എന്താക്കും ഇങ്ങോട്ട് റീ അടിച്ചാൽ ആ പറഞ്ഞ നിങ്ങൾക്ക് പുറത്തേക്ക് വരും. നിങ്ങൾ മൊബൈലിലത് അങ്ങനെ ഏതൊരു ബട്ടൺ അടിച്ചാൽ ഉള്ള റിക്കണ്ടെല്ലാം പുറത്ത് വരില്ലേ. 10 ഓഫീസ് ഇങ്ങനെ ഒഴിഞ്ഞേക്കുമ്പോൾ ചിന്തിച്ചോ. ഇതാണ് കൽബിൻ്റെ കാര്യം വല്ല അജീബാണ് എന്ന് പറഞ്ഞത്. പോട്ടെ, ഇൽമിനെ ഇദ്റാക്ക് ചെയ്യുന്ന സാധനം. അപ്പം പയക്കൂന് ഹുവൽ കൽബ്, അപ്പം കൽബിൻ്റെ സാധനം. അപ്പം കൽബ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ മാനേര് പിന്നെയും മടങ്ങി ആയനീത്തിൽ ലത്തീഫത്ത. അപ്പം ആവർത്തനം എന്ന് ഒഴിവാക്കിയ 5 മാന ബാക്കിയുണ്ടാവും. നോക്കട്ടെ, വനഹ്നു നഅലമു അന്ന കുല്ല ആലിമിൻ ഫലഹു ഫീ നഫ്സിഹി വുജൂദുൻ. ഒരാലിമായ മനുഷ്യൻ, അതിനാണ് ഈ ഉലൂമ് വേറെയും കൽബ് വേറെയും ഉണ്ടെന്ന് വെച്ചാനായിരിക്കുന്നു. അയാൾക്ക് ഫീ നഫ്സിൽ വജൂദുണ്ട്. ഹുവ അസ്ലുൻ ഖായിമുൻ ബി നഫ്സിഹി വൽ ഇൽമു സിഫത്തുൻ ഹാലത്തുൻ ഫീഹി. അയാളിൽ വന്ന് സംഭവിച്ചത് സിഫത്താണ് ഇത് ഇൽമ്. വസ് സിഫത്ത് ഗൈറുൽ മൗസൂഫ്, സിഫത്ത് മൗസൂഫ് അല്ലല്ലോ, രണ്ടും രണ്ടല്ലേ. അപ്പം വൽ അഖിലു ഖദ യുത്ലഖു വയുറാദു ബിഹി സിഫത്തുൽ ഇൽമി. അപ്പോൾ അഖിൽ നിബാറത്തിട്ടിട്ട് ഇൽമിൻ ആലിമിൻ്റെ സിഫത്തായിട്ട് ഉപയോഗിക്കും. നേരത്തെ ഇൽമിൻ്റെ സിഫത്താണ് നേരത്തെ പറഞ്ഞത്. അതാ യുത്ലഖു വയുറാദു ബിഹിൽ ഇൽമു ബിഹഖായിഖിൽ ഉമൂർ. അപ്പോൾ എന്താകും, ഫയകൂനു ഇബാറത്തൻ അൻ സിഫത്തിൽ ഇൽമി, ഇത് സിഫത്തിൽ ആലിമാണ്. അപ്പോൾ സയ്യിദുൻ ആഖിലുൻ എന്താക്കും പറയും. സയ്യിദ് അറിഞ്ഞ അറിവ് വളരെ തഹഖീഖായിട്ടുണ്ടെങ്കിൽ എന്താക്കും, അതിനും അഖിൽ എന്ന് വരും. അവിടെയും അഖിലുണ്ട് പറയും. വൈക്കതു യുത്ലഖു വയുറാദു ബിഹി മഹല്ലുൽ ഇദ്റാഖ് ആണ്. അയ്നി അൽ മുദ്രിക്, ഇദ്റാഖ് ചെയ്യുന്ന ആക്ക്. വഹുവൽ മുറാദു ബി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മാ ഖലഖല്ലാഹുൽ അഖൽ എന്ന് പറഞ്ഞില്ല. അല്ലാഹു തആല ആദ്യം പടച്ചത് അഖലാണ്. അഖൽ എന്ന് പറഞ്ഞാൽ ഏത് അഖൽ? ഫൈനൽ ഇൽമ അർളുൻ, ഇൽമ് എന്നർത്ഥം വെക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അള്ളാഹ് ആദ്യം പടച്ചത് അഖലാണ് എന്ന് പറയുമ്പോൾ ഇൽമ് എന്ന മാനാക്ക് അർത്ഥം വെക്കാൻ പറ്റൂല എന്നുള്ളതിനെ താലീലാന്ന് കൊടുക്കുന്നത്. ഫൈനൽ ഇൽമ അർളുൻ, ഇൽമ അറന്നായത് കൊണ്ട് ആദ്യം അറന്ന് കൊടുക്കൂല. അറദിൻ്റെ മറുള്ള ജൗഹറില്ലോ എല്ലാം ഒന്നിച്ചുണ്ടാണോ? ഈ പാലിൻ്റെ വെള്ളപ്പം ഉണ്ടായിന്, ആദ്യം വെള്ളം പടച്ചിട്ട് ബയ്യ പാൽ പടച്ചതാ. ഒന്നിക്കൽ മഹറൂള് മുന്തണം, എന്നിട്ട് അറള് പിന്തണം, അല്ലെങ്കിൽ രണ്ടും ഒപ്പം ഉണ്ടാവണം. കക്ഷില്ല. അതുകൊണ്ട് ഇൽമിന് അറളായതുകൊണ്ട് ലായത്ത് സബുർ അയ്യക്കൂൻ അബുല മഖ്ലൂഖ് ലാ ബുദ്ദ അയ്യക്കൂനൽ മഹല്ലു മഖ്ലൂഖൻ ഖബ്ലഹു ഔ മഅഹു ഉണ്ടാവും. അത് മഹറൂദ് അറദിലേക്ക് ചേർത്തിന് മഹറൂദ് എന്ന് പറയും, അല്ലെങ്കിൽ അറദിലേക്ക് ചേർന്ന് ജൗഹർ എന്ന് പറയും. അതും അല്ലെങ്കിലോ മൗസൂഫിലെ സിഫത്ത് എന്ന് പറയും. നോയിക്കോട്ടെ. ഇനി രണ്ടാമത്തൊരു കാരണം അന്നഹു ലാ യുംകിനുൽ ഖിതാബു മഅഹു, ഈ അറദിനോട് ഖിതാബിടലില്ല. എന്താണ്? വഫിൽ ഖബരി അന്നഹു ഖാല ലഹു തആല അഖ്ബിൽ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഫാഖബല, സുമ്മ ഖാല ലഹു അദ്ബിർ ഫാദ്ബറ. അപ്പോൾ ഖിതാബും അതിനനുസരിച്ച് പ്രവർത്തിക്കലും എന്നുള്ളത് ഒരു ഇദ്റാഖുള്ള സാധനത്തിനെ പറ്റുള്ളൂ. 2 കാരണത്താലും അറള് എന്നുള്ള മാനാക്ക് അക്കലി എല്ലാം ഉപയോഗിച്ചത് എന്നായി. ഫഇദൻ കദിൻകശഫലക അന്ന മആനി ഹാദിഹിൽ അസാമി മൗജൂദത്തുൻ. ഈ 4 പദങ്ങളുടെയും പേരെന്തായി? എത്ര ഇപ്പം വന്നത്? 8 വന്നു. വഹിയൽ ഖൽബുൽ ജിസ്മാനിയ്യു, കണ്ടാ, വറൂഹുൽ ജിസ്മാനിയ്യു വൻ നഫ്സു ഷഹവാനിയ്യു വൽ ഉലൂമു. അതെ, ആദ്യത്തെ ഫഹാദിഹി അർബഅത്തു മആനി.
അപ്പം 4ന്റെ ഓരോന്നിൻ്റെ ഒന്നാം ശിക്കണ്ണി. ഇനി ഫഹാദിഹി അർബഅത്തു മആനിൻ യുത്ലഖു അലൈഹിൽ അൽഫാദുൽ അർബഅത്തു. ഇനി വമാനൻ ഖാമിസുൻ വഹിയൽ ലതീഫത്തുൽ ആലിമത്തുൽ മുദ്രികത്തു മിനൽ ഇൻസാൻ. അത് ആവർത്തനം വന്നുകൊണ്ട് എന്താക്കി ഒന്നിച്ചെണ്ണം കിട്ടണ്ടി. അപ്പോൾ വൽ അൽഫാദുൽ അർബഅത്തു ബിജംലതിഹാ തതവാറദു അലൈഹാ ഫൽ മആനി ഖംസത്തുൻ വൽ അൽഫാദു അർബഅത്തു. 5 മാനിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ 8 വേണ്ടത്. വക്കുല്ലു ലഫദിൻ ഉത്രിക്കലി മായനയിനി, ഓരോ ലഫദിനും ഈ 2 മാന കൊടുത്തു. ഇനി വഅക്സറുൽ ഉലമാഇ ഖദ് ഇൽതബസ അലൈഹിം ഇഖ്തിലാഫു ഹാദിഹിൽ അൽഫാദി. ഉലമാക്കളിലും അക്സറിനും എന്താക്കി ഇതിൻ്റെ പ്രയോഗം ഇൽത്തിബാസ് വന്ന് തവാറുദുഹ, അത് ഏത് മാനാക്ക് വാരിദാകുന്നു അത് പിടുത്തം കിട്ടുന്നില്ല. ഫതറാഹും യതകല്ലമൂന ഫിൽ ഖവാതിരി, വേണ്ട ഉലമാ എന്താക്കും ഖവാതിരിൽ സംസാരിക്കും, മനസ്സിൽ ഉദിക്കുന്ന എന്നിട്ടോ വയഖൂലുന ഹാദാ ഖാതിറുൽ അഖ്ലി വഹാദാ ഖാതിറുർ റൂഹി വഹാദാ ഖാതിറുൽ ഖൽബി വഹാദാ ഖാതിറുൻ നഫ്സി. പക്ഷേ വലൈസ യദ്രിൻ നാദിർ ഇഖ്തിലാഫ മആനി ഹാദിഹിൽ അസ്മാ, ഈ പറയപ്പെടുന്നതിൻ്റെ മാനിയുടെ വ്യത്യസ്തങ്ങൾ അവർക്ക് തിന്നിട്ടില്ല. ഫലി അജലി കശ്ഫിൽ ഗിതായി അൻ ദാലിക, ഇതിൻ്റെ മുഖമൂടി തുറക്കാനാണ് ഖദ്ദംനാ ശറഹ ഹാദിഹിൽ അസാമീൻ, ഈ പേരുകളുടെ വ്യാഖ്യാനം ഞാൻ ആദ്യമായി പറഞ്ഞത്. ഇനി വഹൈസു വറദ ഫിൽ ഖുർആനി വസുന്നത്തി ലഫ്ദുൽ ഖൽബി, ഖുർആനിലും സുന്നത്തിലും ഖൽബി എന്ന ലഫ്ദ് വന്നാൽ വൽ മുറാദു ബിഹിൽ മഅന അല്ലദി യഫ്ഖഹു മിനൽ ഇൻസാനി വയഅരിഫു ഹഖീഖത്തൽ അഷ്യാ, അതായത് 2ാം മാന, ഓരോന്നിലും പറഞ്ഞ 2ാം മാന ഉണ്ടല്ലോ അത്. വഖദ് യുകന്ന അൻഹു ബിൽ ഖൽബി അല്ലദി ഫിസ് സദ്രി, ചിലപ്പോൾ എന്താക്കും സദറിൻ്റെ ഉള്ളിലുള്ള കൽബി ബാറത്തിടും. അപ്പോൾ സദർ എന്താ ഇതിൻ്റെ മഹല്ലം. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ് സുദൂർ വലാകിൻ ലാ തഅമൽ അബ്സാറു, ഇക്കണ്ണിൻ്റെ കുരുടല്ല പറഞ്ഞത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ് സുദൂർ. അപ്പോൾ സദറിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട കൽബ്, അപ്പോൾ അത് ആ ലഹമല്ല. എന്തുകൊണ്ട്? ലിയന്ന ബൈന തിൽക്കൽ ലതീഫത്തി വബൈന ജിസ്മിൽ കൽബി അലാഖത്തൻ ഖാസത്തൻ, കൽബിൻ്റെ ജിസ്മിൻ്റെ ഇടയിലും ആ ലത്തീഫത്തായ മാനേൻ്റെ ഇടയിൽ, അത് ഹെസ്സിൻ്റെയും മാനേൻ്റെ ഇടയിൽ ഒരു ഇതുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇബാറത്തു. മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ഒരു ഇറച്ചിക്കഷ്ണം എന്ന് പറഞ്ഞു, മുളുകത്ത് ഹദീസിൻ്റെ ഇബാറത്ത്. ഇതാ സലഹത്ത് സലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദൽ ജസദ് അലാ വഹിയൽ കൽബ്. ആ മാംസത്തിൻ്റെ ഏതാണ് കൽബ്? ഈ കൽബ് ഇറച്ചിയാണ് ഉദ്ദേശിക്കുന്നത്? അതാവില്ലല്ല. അതിൻ്റെ സലാഹനുസരിച്ച് ശരീരം മുഴുവനും സലാഹ, വാക്ക് പ്രവർത്തനം മനസ്സാ വാച കർമ്മണ അല്ലേ? ഇതിൻ്റെ ഫസാദ് അനുസരിച്ച് മനസ്സാ വാച കർമ്മണ ഫസാദ് ഉണ്ടാകുക എന്നെ ആശ്രയിച്ചിരിക്കുന്ന കൽബിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ള. അപ്പോൾ അവിടെ മുതുകത്ത് നിബാറത്തിട്ടിട്ട് 2ാം മാനയുടെ ഉദ്ദേശം അവിടെ വരും. فإنها وإن كانت متعلقة بسائر البدن ومستعملة له لكنها تتعلق به بواسطة القلب. കണ്ടോ, അതിന് മുതഅല്ലഖത്ത് സായിറുൽ ബദനോടും ഉണ്ട്. ഇതിന് ഈ ലത്തീഫത്തുർ റബ്ബാനി എന്ന സാധനത്തിന് ശരീരം മുഴുവനും ബന്ധമുണ്ട്. പക്ഷേ എന്തുണ്ട്, അതിനെല്ലാം ഉപയോഗിക്കുന്നതും ഇത് തന്നെ. വലാകിന്നഹ തതഅല്ലഖു ബിവാസിതത്തിൽ, കൽബിൻ്റെ വാസിതയിൽ കൂടിയാണ് പോകുന്നത്. ഫതഅല്ലുഖുൽ അവ്വലു ബിൽ ഖൽബി, അപ്പോൾ കൽബുമായിട്ട് ആദ്യത്തെ താല്ലുക്ക്. വകാന്നഹു മഹല്ലുഹ വ മംലകതുഹ, അപ്പോൾ കൽബ് എന്നുള്ളത് അതിൻ്റെ ഒരു ഇപ്പിടം പോലെ, ഒരു രാജകേന്ദ്രം പോലെ, അവിടെ നിന്നാണ് സപ്ലൈ. ആ കാസായ ബന്ധം കൊണ്ടാണ് വാലമുഹ വ മത്തിയത്തുഹ എല്ലാം തന്നെ. അപ്പോൾ കൽബ് അങ്ങോട്ട് ഇപ്പാർത്തിടും, അങ്ങനെ ഇങ്ങോട്ട് ഇപ്പാർത്തിടും. വലിദാലിക ശബ്ബഹ സഹലുന തസ്തരി അൽ ഖൽബ ബിൽ അർശി, കൽബിനെ അർശിനോട് തശ്ബീഹാക്കി. സദറ ബിൽ കുർസി, കുർസിനോട് എന്താക്കി? സദറിനെയും തശ്ബീഹാക്കി. പക്ഷെ തശ്ബീ അക്സായി പോയി നോക്കറ. സാധാരണ അർശ് വലുതും കുർസി എന്നുള്ളിൽ കിടക്കുന്ന ചെറുതുമാണ്. അപ്പോൾ അർശ് മഹല്ലുമാണ്, കുർസി ഹാലുമാണ്. മനസ്സിലായി? ശ്രദ്ധിക്കുന്നില്ല. അർശ് എല്ലാത്തിനും വലുതല്ലേ, അതിൻ്റെ താഴെയാണ് ഇതുള്ളത് കുർസി അല്ലേ? അപ്പോൾ അർശാകുന്ന മഹലിൽ കുർസി വെച്ചാൽ ഏതാ ഹാല്, ഏതാ മഹല്? കുർസി ഹാല്, അർശോ മഹല്. മൂപ്പർ പറഞ്ഞെന്താണ്? കൽബ് അർഷും സദർ കുർസിയായി പോയി, നേരെ അക്സായി പോയി. എന്താ ബഷീറുള്ളത് ചിന്തിക്കുന്നത്?
നോക്കിയില്ല. സദർ മഹല്, കൽബല ഹാല്, ഞാൻ അക്സായി പോയി, തസ്ബീഹ് അക്സായി. അത് മൂപ്പർ പറയുന്നത് ശരിയായിട്ടില്ലെന്ന് നോക്കാം. ഫഖാല അൽ കൽബു ഹുവൽ അർശു വസ്സദ്റു ഹുവൽ കുർസിയ്യു. തസ്ബീഹും ബലീഗാന്ന്. തസ്ബീഹും ബലീഗല്ലേ? തസ്ബീഹിന്റെ ആലത്ത് കളഞ്ഞാൽ എന്തായി? രണ്ട് തറഫ് പറഞ്ഞാൽ തസ്ബീഹും ബലീഗായി. ഒറ്റ തറഫ് പറഞ്ഞാൽ എന്തായി? ഇസ്തിആറത്തായി. അങ്ങനെ ഉണ്ടല്ലേ? അയാൾ മുഖം കണ്ട ബദർ പോലെയാകുന്നു എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ട്? മുഷബ്ബഹും പറഞ്ഞു, മുഷബ്ബഹ് ബിഹിയും പറഞ്ഞു, ആലത്തു തസ്ബീഹും പറഞ്ഞപ്പോൾ വെറും നാടൻ തസ്ബീഹ്, നാടൻ ഗുണമെന്ന് പറഞ്ഞ മാതിരി അല്ലേ? ആലാതങ്കളി അതാ ഹുബ ബദറുൻ. രണ്ട് തറഫ് പറഞ്ഞാൽ എന്തായി? തസ്ബീഹും ബലിയകായി. കന്നല്ല, അതാണ് ഇസ്നാദ് വന്നു. അൽ ബദറു അലൈന അടഞ്ഞ ഒറ്റ തറഫേ ഉള്ളൂ, മുഷബ്ബഹ് ബിഹി മാത്രമേ ഉള്ളൂ, അത് ഇസ്തിആറത്ത്. ഇവിടെ എന്താക്കി? വസ്തദറു ഹുവൽ കുർസി എന്ന് തസ്ബീഹും ബലിയാന്ന്. വലാ തളുന്നു ബിഹി, അതുകൊണ്ട് നീ വിചാരിക്കേണ്ട അന്നഹു ഉജറാ സഹലു തഖ്തരി റളിയല്ലാഹു അൻഹു അന്നഹു അർശുല്ലാഹി വ കുർസിയ്യുഹു. അള്ളാഹുവിൻ്റെ അർശും കുർസിയുമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് വിചാരിക്കണ്ട. ഫഇന്ന ദാലിക മുഹാലുൻ, അത് മുഹാലാകുന്നു. ഏതാ? ഓരോ മനുഷ്യനുണ്ടാവും കൽബും സദ്റും. അപ്പോൾ അതിനൊക്കെ താഴത്ത് വരില്ലേ? മൽ അറാദ ബിഹി അന്നഹു മംലകതുഹു. ഏത്? ഈ അർശും കുർസിൻ്റെ കൽബിൻ്റെ മംലകത്ത്, അതിൻ്റെ രാജ്യഭരണം. വൽ മജ്റൽ അവ്വലു ലിതദ്ബീരിഹി വതസറുഫിഹി. ഈ കൽബാകുന്ന കൽബേദവാനാക്ക് ലത്തീഫത്തുർ റബ്ബാനിയാൻ്റെ മാനാക്കുള്ള അതിൻ്റെ തദ്ബീറിൻ്റെ ഒന്നാം കേന്ദ്രം എന്നല്ലേ? ഫഹുമാ ബിന്നിസ്ബതി ഇലൈഹി കൽഅർശി വൽ കുർസിയ്യി ബിന്നിസ്ബതി ഇലല്ലാഹി തആല. അള്ളാഹുവിൻ്റെ തദ്ബീറിലേക്ക് ചേർത്തിട്ട് അർശിൻ്റെയും കുർസിൻ്റെയും നിസ്ബ ഫലയനേ പറഞ്ഞിട്ടുള്ളൂ. ഇതോടൊപ്പം വലാ യസ്തഖീമു ഹാദാ തസ്ബീഹു, ഈ തസ്ബീഹ് മുസ്തഖീമായിട്ടില്ല എന്താന്ന് നേരത്തെ നമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അക്സൈപ്പിന് ആയില്ല, അത് മറ്റൊരു ഏത്തറാന്നു. ഇല്ല മിൻ ബഅദിൽ വുജൂഹി, ബഅദിൽ വുജൂഹിലേക്ക് വേണമെങ്കിൽ പറഞ്ഞൊപ്പിക്കാം. വശർഹു ദാലിക ഇദൻ ലാ യലീഖു ബിഗറദിന, ഇത് വ്യാഖ്യാനിക്കാൻ നമ്മുടെ ലക്ഷ്യമല്ല. ഫല തജാവസു, അത് വിട്ടേ. അവിടെ സഹൽ ഇബ്നു അബ്ദുല്ലാഹി മോശമെന്നല്ല പറഞ്ഞത്. ഓരോ കാലും ചെരിപ്പും മണ്ണും അടക്കം നമ്മളെ തരിയിലാണ്. റളിയല്ലാഹു അൻഹു. നടക്കട്ടെ. ഇനി ജുനൂദുൽ ഖൽബ് സാലിം പറഞ്ഞ ടൈം നമ്മൾ തുടങ്ങാൻ